വരെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിരിക്കും. അച്ഛൻ അനൗൺസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടോം ഓലിക്കര അച്ഛനാണ് നമുക്ക് വേണ്ടി ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛനെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അച്ഛൻ പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ സിറമലബാർ രൂപതയുടെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട്, അതുപോലെ തന്നെ പാസ്റ്റൽ കോർഡിനേറ്ററായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ വചന ശുശ്രൂഷയുടെ പ്രത്യേകത വളരെ ശക്തമായിട്ട് പഠിച്ച ഓരോ കാര്യങ്ങൾ നന്നായിട്ട് സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുവാനായിട്ട് അച്ഛന് ദൈവം വലിയ ഒരു കൃപ നൽകിയിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവേ, അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ടോമച്ചനെ സമർപ്പിച്ച് കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അച്ഛനിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന മഹത്വപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ 64:1. കർത്താവേ, ആകാശം പിളർന്നിറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ജനതകൾ ഞെട്ടിവിറയ്ക്കുകയും അങ്ങയുടെ നാമം അറിയുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ മുഴുവൻ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവൻ്റെ സാന്നിധ്യത്താൽ നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരനുഭവം. കർത്താവേ, പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളുടെയും മേൽ അങ്ങയുടെ അധികാരം പ്രകടമാകുന്ന വലിയ കൃപയുടെ അനുഭവം ഈ കൂട്ടായ്മയുടെ മേൽ ഇന്ന് നിറവേറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇതേ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ലെന്ന് അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ സമൂഹത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശം പിളർന്ന് നീ ഇറങ്ങി വരണമേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, നവീകരിക്കപ്പെടട്ടെ, സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. നമുക്കിരിക്കാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപയുടെ സംഗമത്തിലേക്ക് ദൈവവചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി എന്നെ പ്രത്യേകമായി ക്ഷണിച്ച ഷൈജുവച്ചനോടും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ സെക്കൻഡ് സാറ്റർഡേയിൽ വന്ന് വചനം പറയണമെന്ന് എന്നോട് നിർബന്ധിച്ച പ്രിയപ്പെട്ട വട്ടായിലച്ചനോടുമൊക്കെയുള്ള വലിയ സ്നേഹം, അതുപോലെ തന്നെ സെഹിയോൻ്റെ ശുശ്രൂഷകരോടുള്ള വലിയ സ്നേഹം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം, ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരു വലിയ ആത്മീയമായ ഉണർവ് ഈ ശുശ്രൂഷകൾക്കുണ്ട്. അഭിഷേകാഗ്നിയുടെ ശുശ്രൂഷ കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം മക്കളുള്ള കുടുംബങ്ങൾ. ഞങ്ങളുടെ പാസ്റ്റർ സെൻറ്ററിൽ 4-5 കുടുംബമേ കുർബാനയ്ക്ക് ശരാശരി വൈകുന്നേരങ്ങൾ വരാനുള്ളൂ. പക്ഷേ ആ പള്ളി നിറയാനും മാത്രം ആളുകൾ അവിടെ എത്തും. അപ്പോൾ അതിൻ്റെ കാരണം ആ വീടുകളിലൊക്കെ, ഷാജേട്ടൻ്റെ വീട്ടിലാവട്ടെ, ബിവിൻ്റെ വീട്ടിലാവട്ടെ, 6 കുട്ടികൾ 7 കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഒരു 3-4 വീട്ടുകാർ വന്നു കഴിയുമ്പോൾ തന്നെ പള്ളി നിറയാനും മാത്രം. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് വെറുതെ ഉണ്ടായതല്ല. ഈ ശുശ്രൂഷയിലൂടെ കഴിഞ്ഞ 10-15 വർഷങ്ങളായി സെഹിയോൻ്റെ ശുശ്രൂഷയിലൂടെയാണ് ജീവൻ്റെ വിലയെക്കുറിച്ച്, കുടുംബങ്ങളുടെ മൂല്യത്തെക്കുറിച്ചൊക്കെ, കർത്താവിൻ്റെ കൃപയോട് സഹകരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവുന്നതിനെക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് അനേകരെ ഈ നാട്ടിലുടനീളം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിനെ വീണ്ടെടുക്കുന്നതിന് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കയ്യിലെ ശക്തമായ ഒരു ഉപകരണമായിട്ടാണ് ഈ ശുശ്രൂഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ ഈ ശുശ്രൂഷയെ പ്രതി മഹത്വപ്പെടുത്തി. ഈ ഒരു നോമ്പുകാലത്തിൽ നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2004 നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത സിനിമ. നമ്മൾ ഈ വലിയ ആഴ്ചയിലേക്ക്, നാളെ ഓശാന ഞായറാണ്, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മെൽ ഗിബ്സൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട്. ഈശോ കുരിശുമായിട്ട് കൽവരിയിലേക്കുള്ള യാത്രയിൽ കുരിശോടുകൂടി അവിടുന്ന് രണ്ടാമത് നിലത്ത് വീഴാണ്. ഭാരമുള്ള കുരിശിൻ്റെ അടിയിൽ നിസ്സഹായനായിട്ട് തന്നെ എഴുന്നേൽക്കാൻ പറ്റാതെ മുഖമടിച്ച് വീണ് കിടക്കുന്ന ഈശോയെ തൊട്ട് അരികിലായി അനുഗമിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട്.
ഏകമകൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ മറിയത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കാണ് വരുന്നത്. കുഞ്ഞായ ഈശോ ഓടിക്കളിക്കുന്നതിനിടയിൽ അവൻ കാൽ തട്ടി വീഴുന്നതും, എന്തോ അടുക്കളപ്പണിയിലായിരുന്ന മാതാവ് ഈ ഉണ്ണീശോയുടെ കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് വാരിയെടുക്കുന്നതുമായ ഒരു ഫ്ലാഷ് ബാക്ക് മെമ്മറിയാണ് കുരിശിൻ്റെ താഴെ വീണ് കിടക്കുന്ന നിസ്സഹായനായ ഈശോയെ കാണുമ്പോൾ മറിയത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അവൾ അവിടുന്ന് വിളിച്ചു പറയാണ്, മൈ സൺ, ഐ ആം ഹിയർ. അങ്ങനെ ഓടി ഈ പട്ടാളക്കാരെയോ പുരുഷാരത്തെയോ ആക്രോശങ്ങളെയോ വകവയ്ക്കാതെ കുരിശിൻ്റെ താഴെ കിടക്കുന്ന മകൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അമ്മയോട് ഈ കുരിശിൻ്റെ അടിയിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഈശോ ഇങ്ങനെ പറയാണ്, മദർ, സി ഐ ആം മേക്കിംഗ് എവറിത്തിങ് ന്യൂ. മദർ, ഐ ആം മേക്കിംഗ് എവറിത്തിങ് ന്യൂ. എല്ലാം പുതുതാക്കുകയാണ്. അവൻ എല്ലാത്തിനെയും പുതുതാക്കുന്ന, നമ്മൾ ഓരോരുത്തരെയും പുതുതാക്കുന്നതിൻ്റെ ഓർമ്മയുടെ ഏറ്റവും അടുത്ത ഒരാഴ്ചയിലേക്കാണ് ഇന്ന് മുതൽ നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പ്രിയരെ, ഈശോ നിങ്ങളെ പുതുക്കി പണിയട്ടെ എന്ന് ഈ ഒരു വിശുദ്ധ വാരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നിങ്ങളുടെ ജീവിതങ്ങളെ അവൻ നവീകരിക്കട്ടെ, നിങ്ങളുടെ സന്തോഷങ്ങളെ അവൻ നവീകരിക്കട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളെ അവൻ നവീകരിക്കട്ടെ, പുതുതാക്കി. അവൻ എല്ലാത്തിനെയും നവീകരിക്കാൻ വേണ്ടി ഈ പെസഹായുടെ പീഠ മുഴുവൻ ഏറ്റെടുത്തെങ്കിൽ അതിൻ്റെ എല്ലാ കൃപയും നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. പഴയതെല്ലാം കർത്താവ് നവീകരിക്കുന്ന, പുതുതാക്കുന്ന ഒരു കൃപയുടെ അനുഭവം ഉണ്ടാവട്ടെ. കണ്ണുകളടച്ച് വലതുകരങ്ങളൊന്ന് ഉയർത്തി ഈശോയാൽ പുതുതാക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളെയും ഒന്ന് സമർപ്പിക്കുക. കുടുംബം, ജോലി, വ്യക്തിപരമായ ജീവിതത്തിൽ നസറായനായ ഈശോ നവീകരിക്കണം, പുതുതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയും കർത്താവെ, സന്തോഷത്തെ നവീകരിക്കണം, ഉള്ളിലെ സ്നേഹത്തെ നീ നവീകരിക്കണം, ഞങ്ങളുടെ വിശ്വാസത്തെ നവീകരിക്കണം, ഞങ്ങളുടെ ബന്ധങ്ങളെ നീ നവീകരിക്കണം, ജീവിതത്തെ, ആരോഗ്യത്തെ കർത്താവെ നവീകരിക്കണം, ആത്മീയമായ തീഷ്ണതകളെ നീ പുതുക്കി പണിയണം. ഞാൻ തകർന്നെടുത്ത് എന്നെ പുതുക്കി പണിയുന്ന എൻ്റെ കർത്താവെ, നിന്റെ പീഡകളുടെ യോഗ്യതയാൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ സഭയും പുതുതാകപ്പെടാൻ ഈ ഒരാഴ്ച കൃപ ചെയ്യണമേ എന്ന് വിശ്വാസത്തോടെ കൂട്ടായ്മയോട് ചേർന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി ഒന്നേറ്റ് പറഞ്ഞേ, ഹാലേലൂയാ, 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 ഹാലേലൂയാ. നമ്മൾ ഈ നോമ്പുകാലത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ പറയാനിടയുണ്ടായൊരു പേരെന്തായിരിക്കുമെന്നറിയാം? ഞാൻ 2019 റോമിൽ നിന്ന് ഇവിടെ ധ്യാനിപ്പിക്കാൻ പഠിച്ചുകൊണ്ടിരുന്ന വന്നപ്പോൾ അന്ന് നോമ്പുകാലത്ത് സത്യക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് ഒരു സിനിമയുടെ പേരാണ്. അതേതെന്നറിയാമോ? ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയുടെ പേരാണ്. ഈ നോമ്പുകാലത്ത് ഏത് സിനിമയായിരിക്കും കണ്ടിട്ടും പറഞ്ഞിട്ടും ഉണ്ടാവും? ഏത് പേരായിരിക്കും? നിങ്ങളത് പറയണ്ട. ആ കണ്ട ആളുകളൊന്ന് കൈപ്പൊക്കാൻ ചോദിച്ചാൽ അപമാനമാകും, വേണ്ട. പക്ഷേ ആ കണ്ട ആളുകൾ, എനിക്ക് ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരു മെസ്സേജ്, ആ കണ്ട ആളുകൾ 40,000 പേരാണ് ഒറ്റ ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് UK-യിൽ മലയാളീസ് ബുക്ക് ചെയ്തത്. ഈ ഓൾ ആർ മലയാളീസ് അല്ലേ? അതെ, ഈ മലയാളീസ് എല്ലാം കൂടെ 40,000 എണ്ണം ബുക്ക് ചെയ്ത ഒരു സിനിമ. ഈ കണ്ടച്ചിട്ട് വെറുതെ അല്ല വന്നത്, ആ പുള്ളിക്കാരനെ, അവൻ്റെ ചില സ്വാധീനങ്ങളെ, അവൻ്റെ ചില ആഡംബരങ്ങളെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് കർത്താവ് ഈ കാലത്ത് തന്നെ വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മയിൽ ഒരു വലിയ ഡെലിവറൻസ് ആവശ്യമുണ്ട്. തിന്മയിൽ നിന്ന്, പിശാചിൻ്റെ പീഡകളിൽ നിന്ന്, അവൻ്റെ ആഡംബരങ്ങളിൽ നിന്നുള്ള വലിയൊരു ഡെലിവറൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കൈവക്കണ്ട. ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടോ അതിൻ്റെ സ്വാധീനത്തിലൊക്കെ പെട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളതൊരു വലിയ ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ നമ്മൾ നടത്തും. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വചന ശുശ്രൂഷ നടത്താനാണ് പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രേരണ തന്നിട്ട്. ഹല്ലേലൂയ എന്നൊക്കെ പറയാമോ? ഹല്ലേലൂയ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം. 1 യോഹന്നാൻ 5:19 വചനവും നമ്മൾ ഇന്ന് ഉറക്കെ വായിക്കുകയാണ്. നിങ്ങൾ മൊബൈലിൽ വചനമുള്ളവർ, ബൈബിൾ ആപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അതെടുക്കാം, ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ അതെടുക്കാം. 1 യോഹന്നാൻ 5:19 ഈ വചനത്തോടുകൂടി നമ്മൾ ഈ വചന ചിന്ത ആരംഭിക്കുകയാണ്. നമുക്കൊന്ന് ഉറക്കെ വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. നാം എവിടുന്നാണ്? ഉറക്കെ പറ. നമ്മൾ എവിടുന്നാണ്? ചുരുടെ ഉറക്കെ പറയാമോ? ദൈവത്തിൽ നിന്ന്. വാട്ട് ഈസ് അവർ ട്രൂവസ്റ്റ് ഐഡൻറ്റിറ്റി? നമ്മുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി എന്തായിരിക്കും? 1 യോഹന്നാൻ 3:1 കണ്ടാലും നാം എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്,
നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. നമ്മുടെ ട്രൂവസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കളാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, യോഹന്നാൻ 5:19 തുടങ്ങാണ്, നാം ദൈവത്തിൽ നിന്നാണ്, നമ്മൾ ദൈവത്തിൽ നിന്നാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ് ആ ലോകത്തിൻ്റെ പ്രത്യേകത? ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇന്ന് കർത്താവിൻ്റെ ജനം പ്രാർത്ഥിക്കുന്നത് അവരുടെ വിചാരങ്ങളും വ്യഗ്രതയും മുഴുവൻ എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? നമ്മുടെ ഒരു ശരാശരി വിശ്വാസിയുടെ വ്യഗ്രത മുഴുവനും വീട് കിട്ടുന്നതിനെക്കുറിച്ച്, പരീക്ഷകൾ പാസ്സാകുന്നതിനെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, രോഗം സുഖപ്പെടുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ വ്യഗ്രതപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരികയും ചെയ്യുന്ന, അതിനുവേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശരാശരിക്കും താഴെയുള്ള വിശ്വാസത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ ഒരു വളർച്ച ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നാമത് എന്താണ് ആഗ്രഹിക്കേണ്ടത്? ദൈവരാജ്യം, അവൻ്റെ നീതി. അപ്പോഴോ എന്താ സംഭവിക്കുന്നത്? നഷ്ടപ്പെടുമെന്നാണോ പറയുന്നത്? ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. ഈ സെഹിയോൻ്റെ പല ശുശ്രൂഷകരെ, ഷായിച്ചേട്ടനെ പോലെയുള്ള ആളുകളെയൊക്കെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഒരു ജോലി കിട്ടാൻ ഇവിടെ എന്തൊരു പ്രയാസമാണ്. അപ്പോൾ കിട്ടിയ നല്ല ജോലി രാജിവെച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നടക്കാണ്. അവരുടെ മക്കൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരുടെ മക്കളുടെ ആരുടെയെങ്കിലും പഠനം മുടങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ വീടില്ലാതെ വഴിയിൽ കിടക്കുമെന്നോ വാഹനമില്ലാതെ ലൈൻ ബസ്സിൽ നടക്കേണ്ടി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായ വാക്കാണ്, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ ഇന്ന് ഈ ദേശത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൽ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. വചനം വളരെ കൃത്യമായി പറയാണ്, ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. പ്രിയരെ, നമുക്ക് കിട്ടാത്തൊരു ആത്മീയ ബോധ്യമാണ് ദാറ്റ് വി ആർ ഓൺ ദ വാർ ഫ്രണ്ട്. നമ്മളൊരു ആത്മീയ യുദ്ധത്തിൻ്റെ സമരമുഖത്താണ്. ഇവിടെ നമ്മുടെ സമരായുധങ്ങൾ, പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികങ്ങളല്ല. കാരണം എന്താണ്? ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും എതിരല്ല, തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയും എന്നുള്ള സത്യം. ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിലുണ്ട്. അവൻ്റെ ആഡംബരങ്ങളിൽ മതിമറന്നിട്ടൊരു ലോകമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോവാണ്. ഹല്ലേലൂയ. 1884 സഭയിൽ അക്കാലത്തെ ഏറ്റവും വിശുദ്ധരായ മാർപ്പാപ്പമാരിൽ ഒരാളാണ് ലയോ 13 മാർപ്പാപ്പ. അദ്ദേഹം 1884 ഒക്ടോബർ മാസം 13 മാർപ്പാപ്പയുടെ സ്വകാര്യ ചാപ്പലിൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞു. കുർബാന കഴിഞ്ഞ് ലത്തീൻ റീത്തിൽ, നിങ്ങൾ കുർബാന കൂടിയിട്ടുണ്ടറിയാം, അച്ഛൻ ഈ കുർബാന ചെല്ലുന്ന അച്ഛൻ മുട്ടുകുത്തി അൾത്താരയെ വണങ്ങിയിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. ലയോ 13 മാർപ്പാപ്പ ആ പ്രഭാതത്തിലെ കുർബാന അർപ്പണം കഴിഞ്ഞ് മുട്ടുകുത്തി ഈ ബലിപീഠത്തെ വണങ്ങിയ ശേഷം അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. ഒരു 10 മിനിറ്റ് സമയത്തോളം പരിശുദ്ധ പിതാവ് ഏതോ ഒരു ദർശനത്തിൽ എന്നവണ്ണം അങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ദർശനം കണ്ടതുപോലെ നിൽക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റിട്ട് ആരോടൊന്നും പറയാതെ തിരുവസ്ത്രം ഊരിയിടുന്നു. നേരെ മാർപ്പാപ്പയുടെ ഓഫീസിലേക്ക് പോയിട്ട് അദ്ദേഹം പേപ്പറും പേനയും എടുത്ത് ഒരു പ്രാർത്ഥന എഴുതുകയാണ്. അത് ഏത് പ്രാർത്ഥനയാണെന്നറിയാമോ? വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന അദ്ദേഹം എഴുതുകയാണ്. ഈ കുർബാന കഴിഞ്ഞിട്ട് മാർപ്പാപ്പ വേറെ ആരോടും ഒന്നും പറയുന്നില്ല, നേരെ പോയി പ്രാർത്ഥന എഴുതുകയാണ്. അപ്പോൾ ഈ അത്ഭുതകരമായ അസാധാരണമായ ഒരു പെരുമാറ്റം കണ്ട് മാർപ്പാപ്പയുടെ സെക്രട്ടറിയും അച്ഛന്മാർ ഓടി മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ മാർപ്പാപ്പ പറയാണ് അദ്ദേഹം കണ്ട ഒരു ദർശനത്തെക്കുറിച്ച്. ആ കുർബാന കഴിഞ്ഞ് മുട്ടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ട ഒരു ദർശനമാണ്. അദ്ദേഹം അങ്ങനെ കുമ്പിട്ട് ബലിപീഠത്തെ ആചാരം ചെയ്യുന്ന സമയത്ത് 2 സ്വരങ്ങൾ കേൾക്കുകയാണ് സക്രാരിയുടെ അടുത്ത് നിന്ന്. ഒരു സ്വരം വളരെ ഗട്ടറലായ ഹാർഷായ ഒരു സൗണ്ടാണ്. അതിങ്ങനെ പറയാണ്, ഐ വിൽ ക്രഷ് ഔട്ട് യുവർ ചർച്ച്, നിൻ്റെ സഭയെ ഞാൻ തകർത്ത് കളയും. അപ്പോൾ ഈ സക്രാരിക്കുള്ളിൽ നിന്ന് വെരി ജെന്റിൽ സോഫ്റ്റ് വോയിസ് പറയാണ്, ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അടുത്തത് ഈ ഗട്ടറൽ സൗണ്ട് പറയാണ്, ഐ നീഡ് മോർ ടൈം ആൻഡ് മോർ പവർ.
ഇപ്പം ജെൻറ്റിൽ വോയിസ് പറയുന്നത് ഹൗ മച്ച് ടൈം ആൻഡ് ഹൗ മച്ച് പവർ യു നീഡ്. അപ്പോൾ ഈ ഗട്ടറുകളായ ഹാർഷ് സൗണ്ട് പറയാണ്, എന്നെ സേവിക്കുന്ന, എൻ്റെ സ്വാധീനത്തിലായിരിക്കുന്ന ആളുകളുടെ മേലുള്ള സമ്പൂർണ്ണ ആധിപത്യത്തിനുള്ള അധികാരം 75 മുതൽ 100 വരെയുള്ള വർഷങ്ങളുടെ സമയം ഇത്ര എനിക്ക് കിട്ടിയാൽ ഐ വിൽ ക്രഷ് യുവർ ചർച്ച്, നിന്റെ സഭയെ ഞാൻ നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ സോഫ്റ്റ് വോയിസ് പറയാണ്, ഇറ്റ് ഈസ് പെർമിറ്റഡ്, ഇറ്റ് ഈസ് പെർമിറ്റഡ്. പ്രിയരെ, 1884 ശേഷമാണ് യൂറോപ്പിൽ, ലോകത്താകമാനം വിശ്വാസം ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെട്ട കാലഘട്ടം. കമ്മ്യൂണിസം മുതൽ നിരവധിയായ ഇസങ്ങളിലൂടെ വിശ്വാസത്തിൻ്റെ അടിത്തറകൾ ഇളകിത്തുടങ്ങിയ, സഭയിലേക്ക് ആത്മീയതയ്ക്ക് പകരം സകല മേഖലകളിലും ഭൗതികതകൾ പ്രചരിച്ച ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടം അവിടാണ്. ഈ കാലത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും ദൈവജനവും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ലോകത്തിൽ ദുഷ്ടൻ്റെ അതിഭീകരമായ ഒരു സ്വാധീന വലയത്തിൽ നമ്മൾ ജീവിക്കാം. എന്തിനാണ് ഈശോ മിശിഹാ ലോകത്തിലേക്ക് വന്നത്? യോഹന്നാൻ 3:8 പറയാണ്, ഈശോ മിശിഹ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഒന്ന് വചനം വായിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ആമേൻ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ എന്തിനാണ് ഈശോ മിശിഹ പ്രത്യക്ഷനായത്? ഉറക്കെ പറ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിശാചുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എപ്പോഴാണ് വിശ്വാസം തുടങ്ങുന്നത്? കല്യാണം കഴിഞ്ഞപ്പോൾ മുതലാണ് നരകമുണ്ടെന്നൊക്കെ വിശ്വാസം. ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യന് നഷ്ടപ്പെടുന്ന വലിയ ആത്മീയ ബോധ്യങ്ങളൊന്നാണ് പിശാചിനെ വിശ്വസിക്കുന്നില്ല. പിശാചില്ല, വെറും ഒരു തിന്മയുടെ ഒരു പ്രതീകമാണ്, സിമ്പലാണ് എന്നാണ് വചനം മുഴുവൻ പറയാണ്. അവൻ ഒരു വ്യക്തിയാണ്. സൈറ്റൻ ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തി എന്ന പോലെ ദൈവത്തോട് നിരന്തരം പോരാട്ടത്തിലാർത്തി. നമ്മളെപ്പോഴും ഈ പിശാചിനെ കുറിച്ച് കേൾക്കുമല്ലോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ബിറ്റ്വീൻ വി ആൻഡ് ദ ഡെവിൾ? നമ്മൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടോ? പിശാചിന് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നമ്മൾ പരമാവധി നമ്മൾ പുള്ളിയോട് സഹകരിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അസൂയപ്പെട്ടും അഹങ്കരിച്ച് ചീത്ത പറഞ്ഞ് വഴക്കുണ്ടാക്കി വി ആർ കോപ്പറേറ്റിംഗ് ആസ് മച്ച് ആസ് വി ക്യാൻ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പുള്ളിക്കാരന്, നമ്മൾ മനുഷ്യന്മാരോട് പിശാചിന് എന്തിനായിരിക്കും ശത്രുത ഉണ്ടാവുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? വാട്ട് ഈസ് ബിറ്റ്വീൻ വി ആൻഡ് ദ ഡെവിൾ? ഈ പുള്ളിയോട്, നമ്മളോട് എന്തിനാണ് സാത്താൻ ഒരു പ്രശ്നം തോന്നാൻ കാര്യം? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പിശാച് താഴോട്ട് സ്വർഗത്തിൽ നിന്ന് വീണതിനെക്കുറിച്ചും യഹൂദ കഥ ഇങ്ങനാണ്. പിശാചുകളുടെ തലവൻ ആരാണ്? ലൂസിഫറാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബെയറർ എന്നാണ്. ലൈറ്റ് ബിയർ, പ്രകാശം വഹിക്കുന്നവനെന്നാണ്. ഹി വാസ് ദ ആർക്കേഞ്ചൽ ദാറ്റ് ടൈം. അപ്പോഴാണ് ദൈവം പറയുന്നത്, മാലാഖമാരുടെ സഭയിൽ ദൈവം ആത്മകഥം ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കണം, മണ്ണുകൊണ്ട് സൃഷ്ടിക്കണം. ദൈവം അന്നത്തെ മുഖ്യദൂതനായ ഈ ലൂസിഫറിനോട് പറയാണ്, മനുഷ്യനെ മെനയാൻ മണ്ണെടുത്തുകൊണ്ട് വരിക. അപ്പം അവൻ ചിന്തിക്കുകയാണ്, മാലാഖമാരിൽ പ്രധാനിയായ പ്രകാശം വഹിക്കുന്നവനായി ഞാൻ നിസ്സാരനും കൃമിയും കീടവുമായ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണെടുക്കാനോ, മണ്ണിൽ എൻ്റെ കൈ തൊടാനോ? അങ്ങനെ സ്വർഗത്തിൽ അവൻ ദൈവത്തോട് മറുതലിക്കാണ്. അവനെ മണ്ണെടുക്കാൻ പറഞ്ഞു. അവൻ ദൈവത്തോട് മറുതലിക്കും. അമ ഈക്വൽ ടു ഗോഡ്? ദൈവത്തോട് അവൻ മറുതലിക്കുകയും അങ്ങനെ ആദ്യ യുദ്ധം സ്വർഗത്തിലുണ്ടാവുന്നു. ആ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ലൂസിഫറിനെ എതിർത്ത ആളാണ് മിഖായേൽ. ആ വാക്കിൻ്റെ അർത്ഥം മിഖായേൽ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ലൈക്ക് ടു ഗോഡ് എന്നാണ്. ദൈവത്തെപ്പോലെ ആര് എന്ന ചോദ്യവുമായിട്ട് ലൂസിഫറിനെ എതിരിട്ട് അവനെയും അവൻ്റെ അനുയായികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് മിഖായേൽ മാലാഖ. ഇനി എന്തിനാണ് പിശാചിന് നമ്മളോട് ശത്രുത എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ്റെ ശത്രുതയുടെ നിത്യമായ മനുഷ്യവംശത്തോടുള്ള നിത്യശത്രുതയ്ക്ക് ഒരു കാരണമേ ഉള്ളൂ. അവനിരുന്ന സ്വർഗം, മഹത്വത്തിൻ്റെ ഇടം നഷ്ടമാവാൻ ആരാണ് കാരണക്കാര്? ആരാണ്? നമ്മൾ മനുഷ്യരാണ്. സോ ദ എനിമിറ്റി ഈസ് എറ്റേണൽ.
ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത നിത്യമായൊരു ശത്രുതയാണ് പിശാചിന് മനുഷ്യവംശത്തോടുണ്ടാവുന്നത്. ദ എനിമിറ്റി ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഡെവിൾ ഈസ് എറ്റേണൽ. ഒരിക്കലും മാറ്റമില്ലാത്തൊരു എനിമിറ്റിയാണ്. അവനിരിക്കേണ്ട മഹത്വത്തിൻ്റെ ഇടം അവന് നഷ്ടപ്പെടുകയും പിന്നെന്താണ് സംഭവിക്കുന്നത്? വി ആർ ടു എൻ്റർ ദെയർ. നമ്മൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുകയാണ്. ഈ സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് പിശാച് പുറന്തള്ളപ്പെടുകയും ആ മഹത്വത്തിലേക്ക് അവൻ പുറന്തള്ളപ്പെടാൻ കാരണക്കാരായിട്ടുള്ള മനുഷ്യൻ കയറാനിടയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാത്താനെ മനുഷ്യവംശത്തിൻ്റെ നിത്യശത്രുവാകുന്നത്. അതുകൊണ്ട് പ്രിയരെ, നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ. അതാരാണ്? ഭൂമിയിൽ നിങ്ങൾക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ. അത് അമ്മായിമ്മയല്ല, അയൽവക്കംകാരനല്ല, കൂടപ്പിറപ്പല്ല. ചിലർക്ക് കുറേ കഴിയുമ്പോൾ ഭർത്താവ് നിത്യശത്രുവാകും, ഭാര്യ നിത്യശത്രുവാകും. നോ, ദേ ആർ നോട്ട് യുവർ എനിമി. ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് സാത്താനാണ്. അതുകൊണ്ടല്ലേ പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടതെന്നറിയാതെ ഉഴറി നടക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യവംശത്തിന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ഒരിക്കലൊരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ, എനിക്ക് എൻ്റെ കെട്ടിയോൻ കള്ളു കുടിച്ചിട്ട് വന്നാൽ കലിയിളകും. ഞാൻ വായി വരുന്നതെല്ലാം അങ്ങേരെ വിളിച്ചു പറയും. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. വായി വരുന്ന എല്ലാം അങ്ങേരെ വിളിച്ചു പറയും. ഞാൻ ചോദിച്ചു, അങ്ങനെ തെറി പറഞ്ഞിട്ട് അദ്ദേഹം കള്ളുകൂടി നിർത്തിയോ? ഇല്ല, പിറ്റേ ദിവസം കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയിട്ടാണ് ഇപ്പോൾ പതിവ്. നമ്മൾ വീട്ടിൽ ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ, കള്ളു കുടിക്കുന്നതിൻ്റെ പേരിൽ, പല കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ശത്രുത, നമ്മുടെ ശത്രു ഈ വഴക്കുണ്ടാക്കുന്ന ആൾ, ഒരുപക്ഷെ ഭർത്താവ് അല്ലെ ഭാര്യ, ആരെങ്കിലും ആട്ടെ, ഈ വഴക്കുണ്ടാക്കുന്ന ആളാണെന്ന്. പ്രിയരെ, നമ്മൾ ഈ ആളറിയാതെ കളിക്കുകയാണെന്നുള്ളതാണ് സത്യം. നമ്മൾ ദേഷ്യപ്പെട്ട് കള്ളു കുടിക്കുന്ന കെട്ടിയവനോട് ആക്രോശിച്ചാൽ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപേറിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ദേഷ്യപ്പെട്ടാൽ പേടിക്കുന്നവനാണ് പിശാചെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഈ കാലത്ത് നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കണം. സീറോ മലബാർ സഭ ആന്തരികമായ ഒരു വലിയ തകർച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ്. സ്പ്ലിറ്റ്, ഡിവിഷൻ. ഞങ്ങളൊരിക്കലും, ഞാൻ ഓർക്കാണ്, പാസ്റ്റർ സെൻറ്ററിൻ്റെ ചാപ്പലിൽ അന്ന് നമ്മുടെ റാംസ് ഗേറ്റ് ധ്യാനകേന്ദ്രത്തിൽ നിന്ന്, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നമ്മുടെ പറങ്കിമാലച്ചൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻ്റണി പറങ്കിമാലച്ചൻ, വളരെ കൃപ നിറഞ്ഞ ഒരു ആത്മീയ ശുശ്രൂഷകനാണ്. അദ്ദേഹം വന്ന് ഞങ്ങളൊരു രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവും ഞങ്ങൾ കുറച്ച് അച്ഛന്മാർ. അങ്ങനെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈ പറങ്കിമാലച്ചൻ പറയാണ്, കർത്താവ് ഒരു മെസ്സേജ് തരികയാണ്. അത് ടെറിട്ടോറിയൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാമെന്നാണ്. ടെറിട്ടോറിയൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിലും അതിന് ചേരുന്ന ഒരു തിന്മ ആ ദേശത്ത് പ്രബലപ്പെടും. ഒരു തിന്മ, ഓരോ ദേശത്തിനും ഒരു തിന്മയുണ്ട്. ആ തിന്മയെ തിരിച്ചറിയാതെ ആ ദേശത്ത് ജീവിക്കുന്നവരൊക്കെ അതിൽ വീണുപോകുന്നതാണ്. ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ വന്ന് ജീവിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഈ ദേശത്തിൻ്റെ ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. അദ്ദേഹം പറയാണ്, ഈ ദേശത്ത് ഒരു തിന്മയുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. ദാറ്റ് എ സ്പിരിറ്റ് ഈസ് ഓഫ് ഡിവിഷൻ ആൻഡ് ഡിസ്യൂണിറ്റി. ഈ ഇംഗ്ലണ്ടിലെ സഭയുടെ ചരിത്രം നമ്മളെടുത്ത് നോക്കൂ. വളരെ പ്രോജ്വലമായി നിന്നൊരു സഭയാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ വിശ്വാസം വളരെ ജ്വലിച്ചു നിന്ന ഒരു സഭയാണ്. ഹെൻറി 8 ഈ ഡിവിഷൻ്റെ, ഡിസ്യൂണിറ്റിയുടെ സ്പിരിറ്റ് ഈ ദേശത്ത് പ്രബലപ്പെടുകയാണ്. ആ സ്പിരിറ്റ് ആദ്യം തകർത്തത് ഹെൻറി 8 രാജാവിൻ്റെ കുടുംബമാണ്. ആദ്യം അയാളുടെ കുടുംബം തകർത്തു, പിന്നെ ഈ രാജ്യത്തെ തകർത്തു. നീണ്ട 300 വർഷങ്ങൾക്കിടയിൽ ഒഴുകിയ ചോരപ്പുഴയ്ക്ക് കണക്കില്ലാത്ത വിധം ഈ ദേശത്തെ, അതിൻ്റെ കൂട്ടായ്മയെ ഒരിക്കലും ഇവിടുത്തെ സഭകൾ തമ്മിൽ അടുക്കാൻ പറ്റാത്ത വിധം കത്തോലിക്കരെന്നും ആംഗ്ലിക്കൻസ് എന്നും രണ്ടായിട്ട് ചരിത്രത്തിൽ ഈ സഭയെ തകർത്ത് കളഞ്ഞു. ഈ സഭയുടെ സകല പ്രൗഢിയും നശിപ്പിച്ചു കളഞ്ഞത് ഈ ഡിവിഷൻ്റെ, ഡിസ്യൂണിറ്റിയുടെ സ്പിരിറ്റാണ്. ആദ്യം ഹെൻറി 8 കുടുംബം തകർത്തു, ഈ രാജ്യത്തെ സഭയെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഇവർ കോളനി വാഴ്ചയ്ക്ക് ചെല്ലുന്നിടത്തൊക്കെ വാട്ട് വാസ് ദെയർ മോട്ടോ? ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കണം. നോക്കണം, നിങ്ങൾ ഈ ദേശത്ത്
ഭിന്നതയുടെ വിഭജനത്തിൻ്റെ ഒരു അരൂപി വസിക്കുന്ന ഈ ദേശത്ത് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി, എ ജനറേഷൻ. You are going to make the foundations of your generation, and you are totally ignorant about the territorial spirit. ഈ ദേശത്തിൻ്റെ മേൽ പ്രബലപ്പെടുന്ന ഡിവിഷൻ്റെയും ഡിസ്യൂണിറ്റിയുടെയും അരൂപിയെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അവൻ്റെ ആഡംബരങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ നിങ്ങൾ എങ്ങനെ ഇവിടെ ഒരു തലമുറയ്ക്ക് അടിത്തറയിടാമെന്നാണ് വിചാരിക്കുന്നത്? പ്രിയരെ, നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പോരാടുന്നത് സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരാണ്. നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് മനുഷ്യവംശത്തോട് നിത്യശത്രുതയിലായിരിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങളെ കരുതിയിരിക്കാനുള്ള ഒരു ജാഗ്രത, അവൻ്റെ സ്വാധീനങ്ങൾ, അവൻ്റെ ആഡംബരങ്ങളെ കരുതിയിരിക്കാനുള്ളൊരു ജാഗ്രത നമുക്കുണ്ടാവണം. നമുക്കൊന്ന് 2 കരങ്ങൾ ഉയർത്തി കണ്ണുകളൊന്ന് അടച്ച് ഒരു വലിയ ഡെലിവറൻസിൻ്റെ ഒരു കൃപ ഈ ഒരു കൂട്ടായ്മയിൽ ലഭിക്കാനായിട്ട് നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ഡെലിവറൻസിൻ്റെ കൃപ. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പൈശാചികമായ സ്വാധീനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, സാത്താൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിതഫലമായ ഭിന്നതകൾ, കലഹം, അശുദ്ധി, പൈശാചികമായ സ്വാധീനങ്ങൾ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിൽ സാഹചര്യത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് ഒരു വലിയ കൃപ, ഒരു ഡെലിവറൻസ് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 1 യോഹന്നാൻ 3:8. കർത്താവ് വചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം, സാത്താൻ്റെ സകല സ്വാധീനങ്ങൾ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ആഡംബരങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നസറായനായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയിൽ ഒരു വലിയ വിടുതലിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പിശാചിൻ്റെ ശത്രുതയെക്കുറിച്ച്, മനുഷ്യവംശത്തോടുള്ള അവൻ്റെ നിത്യശത്രുതയെക്കുറിച്ച്, അവൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കർത്താവേ, നീ ഞങ്ങൾക്ക് തിരിച്ചറിവ് തരണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയാണ്, ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. മർക്കോസ് 5, 1 മുതൽ 20 വരെയുള്ള വചനം. നമ്മളെല്ലാവരും ബൈബിൾ എടുത്ത് ഈ വചനം ഒന്ന് ഒരുമിച്ച് നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണ്. ഒരുമിച്ച് വായിക്കുകയാണ്. ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഈശോ പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നത്? ഒരു മനോഹരമായ സുവിശേഷത്തിലെ ഒരുപാട് അർത്ഥമുള്ള, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വളരെ മെസ്സേജ് തരാൻ പറ്റുന്ന, ഒരു സ്വാധീനം തരാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. നമ്മളത് ചേർന്ന്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇപ്പോൾ വായിച്ചു തുടങ്ങുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവർ കടലിന്റെ മറുകരയിൽ. എല്ലാവരും വായിക്കുകയാണ്. ബൈബിളുള്ള എല്ലാവരും ഒരുമിച്ച് അങ്ങ് വായിക്കാം. ആമേൻ. അവർ കടലിന്റെ മറുകരയിൽ ഗരേസനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ പലപ്പോഴും അവനെ കാൽവിലങ്ങളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു,
എൻ്റെ പേര് ലെഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവന് അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി ലേഗിയോൻ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചു ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപ്പോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് ഈശോ നശിപ്പിക്കുന്നത്? ഈ ഒരു അത്ഭുത വിവരണത്തിലേക്ക് നമ്മൾ വരുന്നതിന് തൊട്ടു മുൻപ് മർക്കോസ് സുവിശേഷകൻ 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ മറ്റൊരു സംഭവം കൂടെ പറയാണ്. അത് ഈശോ കടലിനെ ശാസിക്കുന്നത്, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്ന രംഗമാണ്. കർത്താവ് പ്രഘോഷണമൊക്കെ അവസാനിപ്പിച്ച് അന്ന് സായാഹ്നമായപ്പോൾ വചനം പറയാണ്, അവർ മറുകരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു കാര്യവും ലക്ഷ്യമില്ലാതെ ചെയ്യുന്നില്ല. ഒരു പർപ്പസ് ഇല്ലാതെ കർത്താവ് ഒരു കാര്യവും ചെയ്യുന്നില്ല. സോ ദർ ഈസ് എ ഡെഫിനിറ്റ് പർപ്പസ് ഫോർ ദിസ് ക്രോസിങ്. ഈ കടല് കടക്കുന്നത്, തടാകത്തിൻ്റെ അപ്പുറയ്ക്ക് പോകുന്നതിന് കർത്താവിന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായിരിക്കും ആ ലക്ഷ്യം എന്നറിയാമോ? ഈശോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങൾ വചനം വായിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. എന്തിനായിരിക്കും കർത്താവ് കടൽ കടക്കാൻ പോകുന്നത്? യെസ്, ഈ പിശാച് ബാധിതനെ തേടിയിട്ടാണ് ആ സായാഹ്നത്തിൽ കർത്താവ് ആ ഗലീല തടാകം ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിശാചിൻ്റെ അടിമത്തത്തിൽ അവൻ പറയുന്നില്ലേ, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ ഞാൻ അഴിച്ചുവിടണ്ടേ എന്ന് ചോദിക്കുന്നില്ലേ? പിശാച് ബന്ധിച്ചിരുന്ന ഒരാത്മാവിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സായാഹ്നത്തിൽ കർത്താവ് ആ തടാകം ക്രോസ് ചെയ്യുന്നത്. ഇനി ഈ പോക്ക്, അതിൻ്റെ ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്ന ശിഷ്യർക്ക് മനസ്സിലായില്ല. പക്ഷെ ആ പോക്കിൻ്റെ ലക്ഷ്യം ഒരാൾക്ക് മനസ്സിലായി. അതാർക്കായിരിക്കും എന്നറിയാമോ? അത് മനസ്സിലായ ആള്, ഇവൻ എന്തിനാണ്, ഈ ദൈവപുത്രനായ ഈശോ മിശിഹ എന്തിനാണ് ഈ ഗലീലിയ തടാകത്തിൻ്റെ അക്കരെയുള്ള ഗരസേനരുടെ നാട്ടിലേക്ക് എന്തിനാണ് അവൻ ഈ വഞ്ചിയിൽ ഈ തടാകം മുറിച്ച് കടക്കാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ പിശാച് എങ്ങനായിരിക്കും ഈശോയോട് പ്രതികരിച്ചതെന്നറിയാമോ? എങ്ങനെയാണ് പിശാച് പ്രതികരിച്ചത്? പ്രിയരെ, ആ കാറ്റും കോളും ആ വരവ് മുടക്കാനുള്ള സാത്താൻ്റെ പരിശ്രമമായിരുന്നു. ഹല്ലേലൂയ. ആ കടലിനെ പ്രക്ഷുബ്ധമാക്കിയതും തിരമാലകളെ അഴിച്ചുവിട്ടതും കാറ്റിൻ്റെ കെട്ടഴിച്ചതും നസറായനായ ഈശോ ദൈവപുത്രൻ ഒരാത്മാവിനെ വീണ്ടെടുക്കുന്നത് തടയാനുള്ള പിശാചിൻ്റെ പ്രവർത്തനമായിരുന്നു. നിങ്ങളൊക്കെ ആത്മീയമായി പലതരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ ഈ ദേശത്ത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, വചനം വളരെ കൃത്യമായി പറയാണ്, എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുങ്ങുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ ഈ ദേശത്ത് ഏതെങ്കിലും ഒരു ആത്മാവിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയരൻ, നിങ്ങൾ ഈ ദേശത്ത് ഒരു സഭയെ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗലീല തടാകത്തിൻ്റെ കാറ്റിനെയും കടലിനെ അഴിച്ചുവിട്ട് അതേ തിന്മയുടെ അരൂപി അതിനെ കരുതിയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രക്ഷുബ്ധതകളായിട്ടത് വരും. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചാൽ ഫോർ സൈറ്റൻ ഇറ്റ് ഈസ് നത്തിങ്. കാരണം എന്താണെന്നറിയാമോ? ഹി ഈസ് ദ ബെസ്റ്റ് വർഷിപ്പർ ലീഡർ. പിശാചാണ് ഏറ്റവും സൂപ്പറായിട്ട് വചനം പറയുന്ന ആൾ.
നിങ്ങളെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയൊക്കെ എന്നൊരു സങ്കീർത്തനമല്ലേ? ചവറ് പോലെ 91 സങ്കീർത്തനം. നിന്റെ പാദം കല്ലിന്മേ തട്ടാതെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. സോ ഹീസ് ദ എവർ ബെസ്റ്റ് വർഷിപ്പർ ലീഡർ. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതാണ് വലിയ പ്രവർത്തനം. നോ. നിങ്ങൾക്ക് എപ്പോഴാണ് സഭയെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്നറിയാമോ? ഒരു സഭയെ പണിതുയർത്തുന്നതിൻ്റെ ആദ്യ അടയാളം എന്താണെന്നറിയാമോ? ദാറ്റ് യു ആർ ഗോയിങ് ടു ഗ്യാദർ എ പീപ്പിൾ അറൗണ്ട് ദ ഓൾട്ടർ. നിങ്ങൾ എപ്പോഴാണോ ബലിപീഠത്തിന് ചുറ്റും ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടാൻ പ്രിയരെ ശ്രമിക്കുന്നത്, അപ്പോൾ ഈ കടലിനെ അഴിച്ചുവിട്ട സകല നാരകീയ ശക്തികൾക്കും ദാറ്റ് മാറ്റർ ഫോർ ദം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യു ഓൾ ആർ മലയാളീസ്. പിശാചിന് നമ്മളൊരു ചെറിയ ചില്ലറ പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു വിഷയമല്ല. നിങ്ങൾ എവിടാണ് എന്ന് പിതാവിൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ ശ്രദ്ധിച്ചില്ലേ? ദ ഡീൽ വിത്ത് സിൻ. എന്താണ് ഡീൽ വിത്ത് സിൻ? പരിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തിൽ അവൻ പാപത്തോടുള്ള പരിഹാരമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ വൺ ആൻഡ് ഓൺലി ഡീൽ ടു ദ സിൻ ഇസ് ഹോളി കുർബാന. നിങ്ങൾ എവിടെങ്കിലും, അതുകൊണ്ടാണ് എനിക്ക് സെഹിയോൻ ശുശ്രൂഷയിലുള്ളവരോട് എനിക്കൊരു വലിയ സ്നേഹമുള്ളത്. ഈ പാസ്റ്റർ സെൻറ്ററിലെ പള്ളിയിൽ നിറച്ചു വരുന്നത് സെഹിയോനിലെ കൂട്ടായ്മയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാ ദിവസവും കുർബാന കൂടുന്നവരാണ്. സീറോ മലബാർ സഭയുടെ കൂട്ടായ്മകളിൽ വളരെ സജീവമായി നിൽക്കുന്നവരാണ്. ഈ സാഹിചേട്ടനൊക്കെ ആണെങ്കിൽ നോമ്പ് കാലത്ത് ഒരു ചെറിയ വിഷമമുണ്ട്. ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് പിതാവിനെ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ധ്യാനം വരെ ഈ സാഹിചേട്ടനായിരുന്നു പിതാവിൻ്റെ പൈലറ്റായിരുന്നു. ഈ UK മുഴുവൻ ധ്യാനത്തിന് പിതാവിനെ കൊണ്ടുനടന്നാണ്. സെഹിയോൻ്റെ ശുശ്രൂഷകർ ഇവിടെ ഒരു സഭയെ വളർത്താൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ സജീവ സാന്നിധ്യമായിരിക്കുന്നവർ ഒരു കുർബാന പോലും മുടക്കാത്ത ഒരു അവശിഷ്ട ഭാഗത്തെ നിങ്ങളിലൂടെ കർത്താവ് ഒരുക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും അൾത്താരയ്ക്ക് ചുറ്റും ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുവാൻ ശ്രമിക്കുമ്പോൾ അത് മുടക്കാൻ പിശാച് പരിശ്രമിക്കും. അവിടാണ് ഈ കടലിനെയും തിരമാലകളെയും അഴിച്ചുവിട്ടുകൊണ്ട് നസറായനായ ഈശോ ഒരാത്മാവിനെ വീണ്ടെടുക്കാനുള്ള യാത്ര മുടക്കാനുള്ള സാത്താൻ്റെ പ്രവർത്തനം നടക്കാണ്. അപ്പോൾ ഈശോ പറയുന്നത്, ഈ കടലിനോട് പറയുന്നത് ഒരു വ്യക്തിയോട് പറയുന്ന പോലെയാണ്. അടങ്ങ്, ശാന്തമാകുക. ജീവനില്ലാത്തതിനോട് പറയുന്ന പോലെയല്ല, അവൻ്റെ വാക്കുകളിൽ തന്നെയാണ് അടങ്ങുക, ശാന്തമാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ തിരമാലകളെ അഴിച്ചുവിട്ടതും കൊടുങ്കാറ്റിനെ അഴിച്ചുവിട്ടതും കടലിനെ പ്രക്ഷുബ്ധമാക്കിയതുമായ തിന്മയുടെ ശക്തിയോടാണ് ഈശോ പറയുന്നത് അടങ്ങ്, ശാന്തമാവ്. അത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ, ഈശോ വന്ന് ഈ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇളകി പുറപ്പെട്ടു വന്നു. ആര്? ഈ പിശാചി ബാധിതൻ. എന്നിട്ട് അവൻ വിളിച്ചു പറയാണ്, നസറായനായ യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ എന്തിനെൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നിട്ട് മർക്കോസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവൻ എന്തിനാണ് ഇത്രയും വലിയ പുറപ്പാട് നടത്തും, ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്? കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യരിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു കൽപ്പിച്ചിരുന്നു. എപ്പോ? സുവിശേഷം ഒന്നും പറയുന്നില്ല. അശുദ്ധാത്മാവേ ആ മനുഷ്യരിൽ നിന്ന് പുറത്തു പോകുമെന്ന് യേശു വിചാരിച്ച സമയത്താണ് അവൻ ആ കടൽ മുറിച്ച് കടക്കാൻ തോണിയിൽ കയറുന്നത്. കാറ്റും കടലും ഇളകിയതിൻ്റെ കാരണം കൃത്യമായി മനസ്സിലായോ? മനസ്സിലായവരെന്ന് വലതുകര ഉയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, എവിടെങ്കിലും തിന്മയുടെ തല തകർക്കുന്ന പരിശുദ്ധ കുർബാനയും അൾത്താരയും ഒരുങ്ങുന്നുണ്ടോ? അതിനു ചുറ്റും ഒരു സമൂഹത്തെ ഗ്യാദർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടോ? അവിടെയൊക്കെ പൈശാചിക ആക്രമണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെടുന്ന UK ഒരു സഭ വരുമ്പോൾ പലതരത്തിൽ പ്രതിസന്ധി വരികയാണ്. പലതരത്തിൽ സംവിധാനങ്ങളിൽ നിന്ന് പ്രതിസന്ധി വരുന്നു. ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ദേവാലയം കിട്ടാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. കൂട്ടായ്മകളിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നു. വളരെ സജീവമായി നിൽക്കുന്ന ശുശ്രൂഷകരെ അവിടെ ആത്മബലം നശിപ്പിക്കുന്ന രീതിയിൽ അപവാദങ്ങൾ പറഞ്ഞ് നിഷ്ക്രിയരാക്കാൻ ശ്രമിക്കും. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഭയെ ബിൽഡ് ചെയ്യുന്നതിന് ഒരു അൾത്താരയുടെ ചുറ്റും ഒരു ജനത്തെ എപ്പോൾ ഒരുക്കാൻ ശ്രമിക്കുന്നോ അത് തിന്മയ്ക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ്? ഈ ഉപമയിൽ നമ്മൾ വായിച്ച ഉപമയിൽ പൈശാചിക സ്വാധീനങ്ങളുടെ 7 അടയാളങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ
പിശാചിൻ്റെ ആഡംബരത്തിലോ സ്വാധീനത്തിലോ ആണോ തിരിച്ചറിയുന്ന 7 അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്തൊരു മേഖല, സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും നമ്മൾ തിരിച്ചറിയാത്തൊരു മേഖലയാണ് ഇന്നർ വൂൺസ്. നമ്മുടെ ആന്തരിക മുറിവുകൾ പിശാചിന് കടന്നു വരാനുള്ള, വാസമുറപ്പിക്കാനുള്ള, നിഷേധ പ്രകൃതികൾ തരാനുള്ള ഏറ്റവും വലിയ മേഖലയാണ്. ഹല്ലേലൂയ. ഇന്നർ വൂൺസ് ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളാണ്. ദാറ്റ് ഐ ആം റിജക്റ്റഡ്, എന്നെ ആർക്കും ഇഷ്ടമില്ല, എനിക്കാരുമില്ല, ഇങ്ങനെയുള്ള നമ്മുടെ നിഷേധ ചിന്തകൾ. ഈ ഇന്നർ മുറിവുകളിൽ നിന്ന് ആന്തരിക മുറിവുകളിലൂടെയാണ് അനേക വ്യക്തികളെ പിശാച് കടന്നു വരുന്നത്. രണ്ടാമത് സാത്താൻ കടന്നു വരുന്ന മേഖലയാണ് ധനമോഹം. സമ്പത്ത് നല്ലതാണ്. നിങ്ങളെല്ലാവരും കടൽ കടന്ന് വന്നത് ഇവിടെ വന്നിരുന്നിട്ട് സെഹിയോൻ്റെ കൺവെൻഷൻ കൂടാൻ വേണ്ടിയിട്ടല്ല, ശരിയല്ലേ? നമ്മൾ ILTS കടന്ന് ഇംഗ്ലണ്ടിൽ വന്ന് സെഹിയോൻ്റെ അഭിഷേകത്തിന് കൺവെൻഷൻ കൂടാൻ വേണ്ടിയിട്ടാണോ സെക്കൻഡ് സാറ്റർഡേ? നോ, നമുക്ക് ഇത്തിരി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ധനമോഹം, വചനം പറയാണ്, എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമാണ്. തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയും, ധനമോഹമാണ് സകല തിന്മകളുടെ അടിസ്ഥാന കാരണം. അതുമൂലം അനേകർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ റീസെൻ്റ് കേട്ടൊരു സംഭവം പറയാം. ധനമോഹം. ഒരു കുടുംബം ഇവിടെ വന്ന് 2 പേർക്ക് നല്ല ജോലി, ചെറുപ്പക്കാരായ ദമ്പതിമാരാണ്, ഭാര്യയും ഭർത്താവും. 35 ഇയർ, ആ ഒരു 30-35 ഇൻ ബിറ്റ്വീനുള്ള ഒരു ചെറുപ്പക്കാരാണ്. നല്ല ജോലിയാണ്, നല്ല ജോലി. അങ്ങനെ ഒരു മാതൃകാ കുടുംബമായിട്ട് പോവാണ്. അങ്ങനെ അവരൊരു പാർട്ടിയിൽ ചെല്ലുന്നു, അവരുടെ ഒരു കസിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടെ ഒരു ഫംഗ്ഷന്. ആ വീട്ടിൽ വെച്ച് അവരൊരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അവരൊരു ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആളാണ്. ഇവർ 2 പേരോടും പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ്, നിങ്ങളൊരു 3-4 പേരെ ചേർത്താൽ മതി. അങ്ങനെ ഒരു നെറ്റ് ബാങ്കിലാണ്, മാസം ലക്ഷങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ധനമോഹം എന്ന് പറയുന്ന കെണിയിൽ എപ്പോൾ വീണോ അന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ പോവുകയാണ്. നമ്മളൊക്കെ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നത് മണി ഈസ് അവർ സെർവൻ്റ് എന്നാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയുന്നത്, മണി ഈസ് യുവർ സെർവൻറ്റ്. ഒരു ദൈവമകൻ്റെ ദാസനാണ്, ശുശ്രൂഷകനാണ് സമ്പത്ത്. ഈ ലോകവും സകലതും ദൈവത്തിൻ്റെതാണെങ്കിൽ വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ സർവശക്തൻ്റെ മക്കളാണ്. അപ്പോൾ ഈ പണം എന്താണ്? മണി ഈസ് അവർ സെർവൻറ്റ്. പക്ഷേ അനേകർ തെറ്റിദ്ധരിക്കും. നമ്മളെന്താ വിചാരിക്കുന്നത്? വി ആർ ദ സെർവൻ്റ് ഓഫ് വെൽത്ത് എന്നാണ്. പിന്നെ ഇതിൻ്റെ പിറകെയുള്ള ദാസ്യവൃത്തിയായിട്ട് മാറുകയാണ് ഒരു ശരാശരി വിശ്വാസിയുടെ ജീവിതം. ധനത്തിനുള്ള ഒരു അടിമവേലയായിട്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ ഇവർക്കും തോന്നി, പണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ, നല്ല ജോലിയുണ്ട്, നന്നായി ജീവിക്കാൻ പറ്റുന്ന അവസരമുണ്ട്, ഇനി കർത്താവിനെ ആരാധിക്കാനും കുടുംബത്തോട് ചേർന്ന് ജീവിക്കാനും ഒക്കെ സമയമുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി പണം ഉണ്ടാക്കാം. ധനമോഹം അടിസ്ഥാന തിന്മയാണ്. അങ്ങനെ നെറ്റ്വർക്ക് ബാങ്കിങ്ങിൽ അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിനക്ക് സമയമുണ്ടല്ലോ, നീ ചേരും, വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ചെയ്താൽ മതി, നീ ചേരെന്ന് പറഞ്ഞ് ഭാര്യയെ അവനെ ഏൽപ്പിക്കും. കുറച്ച് കഴിഞ്ഞ് കുറേ പൈസ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവളതിനകത്ത് അങ്ങ് അഡിക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, തൊട്ട് മുകളിലുള്ള ആ ഏജൻറ്റുമായിട്ടാണ് നിരന്തര സമ്പർക്കമാണ്. ഓൾവേസ്, എപ്പോഴും അവരുമായിട്ട് സമ്പർക്കത്തിൽ, ഫോണിൽ, ഓൺലൈനിൽ എപ്പോഴും. അതിൻ്റെ ഈ സ്ത്രീയുടെ തൊട്ട് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത് വിവാഹിതനും 2 കുട്ടികളുടെ അപ്പനുമായ ഒരാളാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. ഇതെല്ലാം പറയുന്നത് നമുക്ക് വെളിയിലുള്ള ആളുകളെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ കൃപയുടെ അവകാശികളായ ഈ മാമോദീസ ജലം വീണ് പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാക്കുന്ന ഈ ആത്മീയ കൃപകളെല്ലാം ഉള്ള സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫ്രീക്വൻ്റ് കോണ്ടാക്റ്റാണ്. അപ്പോൾ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, പതിവില്ലാത്ത ഒരു അടുപ്പം, അവളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം. അവരൊരുമിച്ച് ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വിദേശ യാത്രകൾ, പല രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ പോകുന്നു. ഒരിക്കൽ അയാൾ ഇവളുടെ ഫോൺ ഹസ്ബൻഡ് പരിശോധിക്കുമ്പോൾ ഹി ഗോട്ട് ആംബിൾ എവിഡൻസ് ഫോർ ദ ഇല്ലിസിറ്റ് റിലേഷൻ. അപ്പോൾ അയാൾ ഇവളോട് ചോദ്യം ചെയ്യുന്നു, അവൾ സമ്മതിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ എല്ലാം ഉപേക്ഷിക്ക്, നമുക്ക് ഈ ബിസിനസ്സും വേണ്ട, ഈ പണവും വേണ്ട, ഇതൊന്നും ഇല്ലായിരുന്നപ്പോൾ, ഇത്രയും പണമൊന്നും ഇല്ലായിരുന്നപ്പോൾ എത്ര സ്വസ്ഥതയുണ്ടായിരുന്നു വീട്ടിൽ. പ്രിയരെ, നിങ്ങളൊക്കെ ഓർക്കണം,
ഒരുപക്ഷെ കർത്താവ് കുറേ വെളിച്ചം തന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് പറയാണ്, മറ്റുള്ളവരോട് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒത്തിരി പണമൊന്നും ഇല്ലാതിരുന്നപ്പം ഉണ്ടായിരുന്ന സ്വസ്ഥതയും സന്തോഷമില്ലേ? ധനമോഹം എങ്ങനെയാണ് എല്ലാത്തിൻ്റെ റൂട്ട് കോസായിട്ട് മാറുന്നത്? ഇത് നശിപ്പിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പണത്തിന് ദാസ്യവൃത്തി ചെയ്യുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തിയിട്ട് എത്ര കോടികൾ സമ്പാദിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? അവൻ പറഞ്ഞു, നമുക്ക് നിർത്ത്, നമുക്കുള്ളത് മതി, നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചതല്ലേ. പക്ഷെ അവൾക്ക് അതിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അവസാനം പിന്നെ അവൻ പറഞ്ഞു, നീ ആരെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്യ്. അവൾ പറഞ്ഞു, എനിക്ക് രണ്ടുപേരും വേണം. അവൻ പറഞ്ഞു, അത് പറ്റത്തില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇപ്പത്തെ അടുപ്പം. കഷ്ടി 6 മാസമായത്, കഷ്ടി 6 മാസത്തെ കമ്പനി കൊണ്ടാണ്. അവസാനം ഇപ്പം ഡിവോഴ്സിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, എനിക്കെന്നാൽ പുതിയ ആൾ മതിയെന്ന്. ധനമോഹം എങ്ങനെയാണ് പൈശാചിക സ്വാധീനം കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അറിയാമോ? നമ്മൾ വിചാരിക്കും വെറുതെ ഇരിക്കുവാണല്ലോ, ഫ്രീ ടൈം ഉണ്ടല്ലോ, ഞായറാഴ്ച മുഴുവൻ ഫ്രീ ആണല്ലോ, എന്നാൽ ഓൺലൈൻ ബിസിനസ് ചെയ്ത് കുറച്ച് കാശും കൂടി ഇങ്ങ് വരാം. പണത്തെ ആരാധിക്കുന്നു, പണത്തെ ആര് സേവിക്കാൻ ശ്രമിക്കുന്നു, അത് കൊണ്ടുപോകുന്നത് അവരുടെ നിത്യമായ സമാധാനവും സന്തോഷവും കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പൈശാചിക സ്വാധീനങ്ങൾ, പീഡകൾ, അഫ്ലിക്ഷൻസ് എന്നാണ് പിശാചിൻ്റെ പീഡകൾക്ക് പറയുന്നത്. അഫ്ലിക്ഷൻസ്. നമ്മൾ വിചാരിക്കും ഒരു തെറ്റായ ബന്ധം ഒരു സുഖമാണെന്നാണ്. സത്യത്തിൽ ഇറ്റ് ഇസ് ആൻ അഫ്ലിക്ഷൻ, ഒരു പീഡയാണത്. അവിഹിതമായൊരു ബന്ധം, ഒരു തെറ്റായ സൗഹൃദം ഒരു സുഖമാണെന്ന് കരുതുന്ന സകലരും ആത്മാവിൽ ഇത്തിരി കഴിയുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പീഡ, പൈശാചിക പീഡയുടെ സ്വാധീനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആദ്യത്തെ അടയാളം, നമ്മൾ എവിടെയെങ്കിലും ഒരു പൈശാചിക പീഡയിലാണെങ്കിൽ ആദ്യത്തെ അടയാളം, ആ കുടുംബത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും കാണുന്ന ആദ്യ അടയാളം എന്ന് പറയുന്നത് ടൂംബ് എക്സ്പീരിയൻസ് എന്നാണ്. ടൂംബ് എക്സ്പീരിയൻസ്, ഒരു മരണത്തിൻ്റെ അനുഭവമാണ് പിശാച് കൊണ്ടുവരുന്ന ആദ്യത്തെ പീഡയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളിവിടെ വചനം വായിക്കുകയാണ്, അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവനെതിരെ വന്നു. അവൻ എവിടാണ് താമസിച്ചിരുന്നറിയാമോ? അവൻ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചു എന്നാണ് വചനം. ശവകുടീരങ്ങൾക്കിടയിൽ അവൻ താമസിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ടൂംബ് എക്സ്പീരിയൻസ്. എന്താണ് ഈ ടൂംബ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ? ഒരു കുടുംബത്തിൽ, ഒരു ജീവിതത്തിൽ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള വിചാരമുള്ളൂ എന്ന് വിചാരിക്കും. ചില ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മനസ്സായിട്ട് കാര്യം, നല്ല ആരോഗ്യമൊക്കെയുള്ള ആളുകൾ അവർ വിചാരിക്കുകയാണ് പെട്ടെന്ന് മരിച്ചു പോകണം. പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു നിയോഗം തന്നിട്ടാണ്. ആ നിയോഗം പൂർത്തിയാവാതെ മരിച്ചാൽ മതി, എങ്ങനെയും ചത്താൽ മതി. നോക്കിക്കേ, എപ്പോഴും ചില വ്യക്തികൾ ഞാൻ മരിച്ചു കളയും, ഞാൻ ചത്തുകളയും, മരണത്തെക്കുറിച്ചുള്ള ചിന്തയും സംസാരമാണ് ചില കുടുംബങ്ങളിൽ. ചില ആളുകൾ ഇരിക്കുന്ന കണ്ടാൽ ചത്തവൻ്റെ വീട്ടിൽ മരിച്ചവർ കുത്തിയിരിക്കണ പോലെയാണ്. ഈ മരണചിന്തയില്ലേ? ടൂമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ചില കുടുംബങ്ങൾ ചിന്തിക്കണം, ഒരിക്കലും ആ വീട്ടിൽ ഒരു സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. പരസ്പരം ഒന്ന് ചിരിക്കുകയോ വർത്താനം പറയുകയോ ഒന്നുമില്ല. ചില ചേട്ടത്തിമാർ പറയും, അച്ഛാ എൻ്റെ കെട്ടിയോൻ പുറത്തിറങ്ങിയാൽ ചാർലി ചാപ്ലിൻ്റെ അനിയനാണ്, പക്ഷേ വീട്ടിൽ കയറിയ പൊട്ടനാണ്, അങ്ങനെ മിണ്ടത്തില്ല. ഏത് സമയവും വീട്ടിൽ കയറുന്നു, ഫോണിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുന്നു, ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ വീട്ടിൽ വല്ലതും വർത്താനം പറയണേ ഇപ്പം മൊബൈൽ ഫോണിൽ കൂടെ ആണല്ലോ. ഞാൻ ഈയിടെ ഒരു മിനിക്കഥ വായിച്ച ഇങ്ങനെയാണ്. അർദ്ധരാത്രി നല്ല ഉറക്കത്തിൽ കെട്ടിയവൻ്റെ ഫോൺ അടിക്കുന്നു. അയാൾ ഞെട്ടി നമ്പർ നോക്കും, ഭാര്യയുടെ നമ്പറാണ്. നിങ്ങൾ വിചാരിക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പം വിളിച്ചതാണ്. അയാൾ ഇച്ചിരി ദേഷ്യത്തോടു കൂടി ചോദിച്ചു, പാതിരാത്രിക്ക് മനുഷ്യനെ ഉറക്കുകയല്ല, എന്നെ അടി അത് ചോദിച്ചു. അപ്പോൾ പറയാണ്, ഇച്ചിരി അങ്ങോട്ട് നീങ്ങി കിടക്കുക മനുഷ്യൻ, എനിക്ക് വല്ലാതെ ആവി എടുക്കുന്നത്. അപ്പം ഈ സാധനമാണ് മുഴുവൻ നേരം കയ്യിൽ. ഒരു വീട്ടിൽ ഒരുമിച്ചൊരു സംസാരിക്കുന്ന സമയമില്ല, ചിരിക്കത്തില്ല. നിങ്ങൾ ചിന്ത ചോദിക്കുക, ചില ആളുകളുണ്ട് എപ്പോഴും മുഖത്ത് ചിരിയെന്ന് പറയുന്ന അവർക്കില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, യു ആർ അണ്ടർ എ ടൂംബ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്ന ഏക സമയം ജീവിച്ചിരിക്കും മാത്രമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ച് നിങ്ങൾ പെട്ടിക്കാതെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണത്തെ അവസ്ഥ ചിന്തിക്കുക.
സമ്മതിക്കുമോ? നിങ്ങളെല്ലാം നേഴ്സുമാരാണല്ലോ, നിങ്ങൾ തന്നെ അതിൻ്റെ ആദ്യം തന്നെ അല്ലേ ചുണ്ട് സ്റ്റിച്ചെടുത്ത മഹാക്രൂരതയൊക്കെ ചെയ്യല്ലേ, ചിരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ജീവനുള്ളപ്പോഴാണ്. നിങ്ങളുടെ വീട്ടിൽ ചിരിച്ചിട്ട് എത്ര നാളെ? നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ അഫ്ലിക്ഷൻസ്, സാത്താൻ്റെ പീഡകൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഇതാണ് മരണചിന്ത, ദുഃഖം, എല്ലാം ഉണ്ട്. എന്നാൽ ഇല്ലാത്ത ഇവിടെ എല്ലാവർക്കും എല്ലാം ഉണ്ട്, സാമ്പത്തികമായിട്ടൊന്നും ഒരു കുറവുമില്ല. നമ്മൾ പണ്ട് നാട്ടിൽ നിങ്ങൾ IELTS തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ പുണ്യാള യൂദാസിലിയായ അന്തോനീസ് പുണ്യാള UK എത്തിക്കണേ, അവിടെ എത്തിയാൽ ഞാൻ തുള്ളിച്ചാടി സന്തോഷിക്കും. IELTS പാസ്സായി UK തുള്ളിച്ചാടിയോ? അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, കെട്ടിയോൻ അവിടെയാണല്ലോ കർത്താവേ, അവനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ തുള്ളിച്ചാടി, രണ്ടുപേരും കൂടി ആകുമ്പോൾ തുള്ളിച്ചാടാൻ സന്തോഷമുണ്ടല്ലോ, കെട്ടിയോനും മക്കളും കൂടെ പോന്നു, എന്നിട്ട് തുള്ളിച്ചാടിയോ? അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഒരു വീട് സ്വന്തമായിട്ടില്ല, വാടക വീടാണ്, ഒരു വീട് കിട്ടിയാൽ സന്തോഷിക്കും. 3, 4, 5 വീടുള്ള ഒരു വീട് ഇരിപ്പുണ്ടാവും, സന്തോഷമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ എന്തൊരു പരീക്ഷയുണ്ടല്ലോ, ഇസ്കിയോ അങ്ങനെ എന്തൊരു പരീക്ഷ, അതന്നെ, ഓസ്കി, ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കും. ആ പരീക്ഷ മാസമായി ബാൻഡേറ്റിലാണ് ഇപ്പം നിലവാരം. സന്തോഷമുണ്ടോ? പ്രിയരെ, ഈ ദുഃഖത്തിൻ്റെ തടവറയിലായിരിക്കുന്നത് ഒരു കൃപയില്ലായ്മയാണ്. ദുഃഖത്തിൻ്റെ തടവറയിലായിരിക്കുന്നത് കൃപയില്ലായ്മയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ജീവിതത്തിലെ പൈശാചിക പീഡയുടെ അടയാളമാണ്, ഒരു ടൂംബ് എക്സ്പീരിയൻസിൻ്റെ അടയാളമാണ് എപ്പോഴുമുള്ള ഈ അകാരണമായ ദുഃഖം എന്ന് പറയുന്നത്. സന്തോഷിക്കാൻ പറ്റണം. കൃപ നിറയുമ്പോഴാണ് വ്യക്തികൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് എന്ന് ലൂക്കാസ് വിശേഷത്തിൻ്റെ 1:28 മറിയത്തോട് പറയുന്ന ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്, കെയ്റെ മിറിയം കെക്കറിത്തോമനെ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾ പണ്ട് ഗ്രീക്ക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട്. കെയ്റെ മിറിയം കെക്കറിത്തോമനെ എന്ന് പറഞ്ഞാൽ റിജോയ്സ് ഓ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. കൃപ നിറഞ്ഞ മറിയമേ, നീ സന്തോഷിക്കുക. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് സന്തോഷിക്കാൻ പറ്റുന്നത്. അതിന് ഭൗതികമായ യാതൊരു കാര്യവും അതിലെ മാനദണ്ഡമല്ല. നിങ്ങൾക്ക് ജോലിയുണ്ടോ എന്നുള്ളതൊരു വിഷയമല്ല, നിങ്ങൾക്ക് രോഗിയായ മക്കളുണ്ടോ എന്നുള്ള വിഷയമല്ല, നിങ്ങൾക്ക് ദുശ്ശീലത്തിൽ നിറഞ്ഞ ഒരു ഭർത്താവുണ്ടോ എന്നുള്ള വിഷയമല്ല, നിങ്ങളെ അകാരണമായി പീഡിപ്പിക്കുന്നവരുണ്ടോ എന്നുള്ള വിഷയമല്ല, നിങ്ങൾ രോഗിയാണെന്നുള്ളത് വിഷയമല്ല. കൃപ നിറഞ്ഞാൽ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തൊരു ആ സന്തോഷം നിങ്ങളെ പൊതിയാൻ തുടങ്ങും. നോക്കൂ, ടൂംബ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സന്തോഷമില്ലാത്ത മരണചിന്ത. അതുപോലെ തന്നെ ശവകുടീരത്തിൻ്റെ പ്രത്യേകതയാണ് വൃത്തിയില്ലായ്മ. ചില വീട്ടിൽ കയറണമെങ്കിൽ നമ്മൾ മൂക്കിനകത്ത് പഞ്ഞിയും കൂടെ വെച്ചുകൊണ്ട് വേണം കയറാൻ. ക്ലീൻ ചെയ്തിട്ടേ കാലങ്ങളായിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പം 2 മാസം മുമ്പ് മേടിച്ച് കറി വെച്ച മത്തിയുടെ മണം അതിനകത്തുണ്ട്. വൃത്തി, നമ്മൾ വിചാരിക്കുന്ന ഈ വൃത്തിയില്ലായ്മയൊക്കെ ഒരു ഡിസോർഡർ ഈസ് മൈ ഓർഡർ എന്നൊക്കെ പറയത്തില്ലേ, നോർമലാണെന്നാണ്. പ്രിയരെ, നീറ്റ്നെസ് ഈസ് നെക്സ്റ്റ് ടു ഹോളിനെസ് എന്നാണ് പറയുന്നത്. വീട്ടിൽ വൃത്തി ഉണ്ടാവണം, മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് വൃത്തി. ഇതൊക്കെ വിശുദ്ധിയുടെ ചില ബാഹ്യമായ അടയാളങ്ങളാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ വൃത്തിയിൽ ജീവിക്കാൻ പറ്റുന്നു. നോക്കി, ഈ വൃത്തിയില്ലായ്മ, എല്ലാം ചപ്പ് ചവറ് മുഴുവൻ അടിച്ചുകൂടാതെ ഇങ്ങനെ അശുദ്ധി നിറഞ്ഞ ഒരു അന്തരീക്ഷം ശവകുടീരം പോലാണ്. ടൂംബ് എക്സ്പീരിയൻസ് ആദ്യത്തെ പൈശാചിക പീഡയുടെ അടയാളമാണ്. ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് എ ടൂംബ്. നിങ്ങളൊരു മരണത്തെ, കല്ലറയുടെ അനുഭവത്തിലൂടെ കടന്നു പോവാണ്. മരണചിന്ത, ആത്മഹത്യ ചിന്ത, ചാവും കൊല്ലും, ഇതൊക്കെയാണ് നിരന്തരം വീട്ടിൽ സംസാരിക്കുന്നത്. സന്തോഷമില്ലാതെ പോകും. ദൈവപുത്രൻ പ്രത്യക്ഷനായത് സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള, വ്യക്തിബന്ധങ്ങളുടെ മേലുള്ള ഈ പൈശാചിക പീഡ, ഏറ്റവും എക്സ്പീരിയൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈശോ മിശിഹ പ്രത്യക്ഷനായത്. വിശ്വസിക്കുന്നവരെന്ന് വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 2 കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് നമ്മൾ ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമാണ്. ഒരു ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ജീവിതത്തിൽ
ടൂംബ് എക്സ്പീരിയൻസ് അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നസറായന ഈശോയുടെ നാമത്തിൽ ഒരു വലിയ വിടുതലിൻ്റെ അനുഭവത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4:7 സബ്മിറ്റ് യുവർസെൽഫ് therefore to God or resist the devil and he will flee from you. കർത്താവേ, ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. പിശാച് ഞങ്ങളിൽ നിന്ന് ഓടി അകലാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ എല്ലാ ആഡംബരങ്ങളെ, സ്വാധീനത്തെ കർത്താവെ, ടൂംബ് എക്സ്പീരിയൻസ് അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, സന്തോഷമില്ലായ്മയെ, മരണഭയത്തെ, മരണചിന്തകളെ, ആത്മഹത്യ പ്രവർത്തനത്തെ, വൃത്തിയില്ലായ്മയെ, അശുദ്ധ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവെ വിടുതലിന്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദപുസ്തകത്തിൽ ഈ പൈശാചിക പീഡയുടെ ആ ദൈന്യത ഏറ്റവും അധികം കണ്ട ആളാണ് ദാവീദ്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ആരാണത്? സോളമൻ. ബെസ്റ്റ്. സാവൂൾ. ഇതിലാരെയാണ് ഉറപ്പിക്കേണ്ടത്? സോളമനോ സാവൂളോ? തീരുമാനമാക്കിയിട്ട് മുന്നോട്ട് പോവാം. സാവൂൾ. ശരി, ആദ്യത്തെ രാജാവാണ്. ഈ സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം മുതലാണ് സാമുവേലിൻ്റെ കഥ തുടങ്ങുന്നത്. അവിടെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വചനം പറയാണ്, അവനൊരു പുതിയ ഹൃദയം കർത്താവ് കൊടുത്തു. അവനൊരു പുതിയ മനുഷ്യനായി മാറി. കർത്താവ് ഒരു അഭിഷേകം കൊടുത്ത് അവനൊരു പുതിയ മനുഷ്യനായിട്ട്, സാവൂൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയാണ്. എന്നിട്ട് ഈ സാവൂൾ കർത്താവിൻ്റെ കൃപയിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരു ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിക്കുമ്പോൾ ആദ്യത്തെ ദുരാത്മാവിൻ്റെ പീഡയായിട്ട് സാവൂളിൽ കടന്നു വന്നതെന്നറിയാമോ? അസൂയ. ഒരു യുദ്ധം ജയിച്ച് വരുമ്പോൾ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ പാട്ടുപാടി, സാവൂൾ 1000 കൊന്നു, ദാവീദോ 10,000. അന്ന് വൈകുന്നേരം കൊട്ടാരത്തിൽ ചെന്നിട്ട് ആ രാത്രി മുഴുവൻ ഈ സാവൂൾ അസൂയ നിറഞ്ഞ് പുലമ്പിക്കൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? അവന് 10,000 കൊടുത്തു, എനിക്ക് വെറും 1000 തന്നുള്ളൂ. മനസ്സിലായി ആരായി പറയുന്നത്? ഒരു രാജാവ് പറയാണ്, ഇസ്രായേലിലെ പെണ്ണുങ്ങൾ അവന് 10,000 കൊടുത്തു. ആർക്ക്? ദാവീദിനെ. അവൻ 10,000 പേരെ കൊന്നെന്ന് പാടി ചെറിയൊരു പാട്ടിൻ്റെ പേരിലാണ് ഒരു രാജാവിൽ അസൂയ നിറങ്ങാണ്, പൈശാചിക പീഡ. എന്നിട്ട് വചനം പറയാണ്, അവൻ ആ രാത്രി മുഴുവൻ പുലമ്പിക്കൊണ്ടിരുന്നു. രണ്ടാമത് ഈ സാവൂളിലേക്ക് കടന്നു വരുന്നത് കൊലപാതക ശ്രമം, ദാവീദിനെ കൊല്ലണമെന്ന് തോന്നുന്നു. മൂന്നാമത് നിത്യശത്രുത. ഈ പീഡ മുഴുവൻ ദാവീദ് കാണുകയാണ്. കാരണം ദാവീദ് ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത് സാവൂളിനെ ഒരു ദുഷ്ടാരൂപ് പീഡിപ്പിച്ചപ്പോൾ കിന്നരം വായിച്ച് സങ്കീർത്തനം പാടി ആ പീഡയിൽ നിന്ന് അവനൊരാശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയ ഒരു വ്യക്തി ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നത് കൺമുമ്പിൽ ദാവീദ് കാണുകയാണ്. ആ ദൈന്യത മുഴുവൻ കാണുകയാണ്, മിസറി മുഴുവൻ കാണുകയാണ്. ഇതേ ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ, പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുക്കരുതൻ പരനേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ തിരികെ എടുക്കരുത്. ഓക്കെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ദുരാത്മാവിൻ്റെ പീഡയാണ്. സാവൂൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കൺമുമ്പിൽ നിന്ന് കണ്ട മനുഷ്യനാണ് പറയുന്നത്. കർത്താവെ, പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ വിലപിക്കുകയാണ്, എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാം തിരികെ എടുക്കരുത്. പ്രിയരെ, ഈ ദുരാത്മാവിൻ്റെ പീഡകളിൽ ആദ്യത്തേതാണ് ടോംബ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ പൈശാചിക പീഡ. നമ്മൾ വീണ്ടും വരികയാണ്, ഈ പിശാച് ബാധിതനെ കുറിച്ച് പറയാണ്. രണ്ടാമത് പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തെ പൈശാചിക പീഡയുടെ തെളിവാണ് ഷൗട്ടിങ് ആൻഡ് ക്രൈ. ഷൗട്ടിങ് ആൻഡ് ക്രൈ, അലറി വിളിക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറുമില്ല ഈ അലറി വിളി. ചിന്തിച്ച് നോക്കിക്കേ,
മിക്കവാറും നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നു, അലറി വിളിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ചെറിയ കാര്യമാണ്, കൊച്ചുങ്ങൾ പഠിക്കുന്നില്ല. അതിന് മോനെ പഠിക്കടാ എന്ന് പറഞ്ഞാൽ മതി. അതിന് വീട്ടിൽ കിടന്ന് താഴത്തെ നിലയിൽ നിന്ന് 10 നില മോളി വരെ കേൾക്കാവുന്ന പോലെ അലറി വിളിക്കുവാണ്. ഷൗട്ടിങ് ആൻഡ് ക്രൈയിങ് പൈശാചിക പീഡയുടെ ഒരു ലക്ഷണമാണ്. വീടുകൾ അതുപോലെ തന്നെ കലഹം. ഏത് സമയത്തും ചില വീട്ടിൽ വഴക്കാണ്. ഇനി ആ വഴക്ക് എപ്പോഴാണെന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ആ വഴക്ക് ചില ഭവനങ്ങളിൽ നടക്കുന്നത് ഏതെങ്കിലും വിശേഷ ദിവസത്തോട് ചേർന്നാണ്. പെസഹ വ്യാഴാഴ്ച വരാൻ പോവാണ്. ഇനി ശ്രദ്ധിച്ചു, പെസഹ വ്യാഴാഴ്ച നല്ല ശതമാനം വീട്ടിലും വഴക്കുണ്ടാകുന്ന ഒരു സംഭവം പറയാം. അപ്പമൊക്കെ ഉണ്ടാക്കും വളരെ കഷ്ടപ്പെട്ട്, എന്നിട്ട് മുറിക്കാൻ റെഡിയാക്കി വെക്കും. അന്നേരം ചേട്ടത്തിക്ക് അന്നേരം തോന്നും, എന്നും ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, ഇന്ന് എൻ്റെ ചേട്ടനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളല്ലേ കുടുംബനാഥൻ, നിങ്ങളല്ലേ ഞാൻ കുടുംബനാഥനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. എന്നെ വെറും കുടുംബനാഥനാക്കി ഇവിടെ ഉണക്കി വെക്കുകയല്ലേ നീ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അപ്പം നിശബ്ദ സാക്ഷിയായിട്ട് ഈ കലഹം. ഇത് പല വീടുകളിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. ഈ പെസഹ വ്യാഴാഴ്ച ഉണ്ടാവുന്ന പരിശുദ്ധാത്മാവ് ദൂത് തരുന്നു. നമ്മൾ വിചാരിക്കും ഇതൊരു നിസാര സംഭവമാണ്. ഈസ്റ്റർ നാട്ടിൽ കിട്ടാവുന്ന ഓന്തൊഴിച്ചുള്ള ബാക്കി എല്ലാ ഇറച്ചിയും കൊണ്ടുവെക്കും. ഫ്രൈ ആയിട്ടും അതായിട്ടും ഇതായിട്ടും എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് കഴിക്കുന്നതിന് മുമ്പ് ഒരടി ഉറപ്പാണ്, ശരിയല്ലേ? എന്നിട്ട് പ്രാഗി നേർന്ന് മുടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ചവിട്ടി കുലുക്കി കയറിപ്പോവും. കഥ കന്നിട്ട് കൊട്ടി അടക്കി ഞാൻ നാളെ രാവിലെ വളിച്ചതേ കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കും. പല വീട്ടിലുമുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് നമ്മളൊരു നിസ്സാര കാര്യമായിട്ട് വിചാരിക്കരുത്. നമ്മളുടെ കുടുംബത്തെ, ബന്ധങ്ങളെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡയാണ്. നിങ്ങളെ ഒരിക്കലും സന്തോഷത്തോടെ ഒരു വിശേഷ ദിവസം ഒരു ഭക്ഷണം കഴിക്കാൻ അത് സമ്മതിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കെട്ടിയോനാണ്, ഭാര്യയാണ് പ്രശ്നമെന്നോ. ഇത് ഈ കൊടുങ്കാറ്റിനെ അഴിച്ചുവിട്ട അലറി വിളിച്ചു വന്ന ആളാണ് പ്രശ്നം. ആ സ്വാധീനം കുടുംബത്തിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വിശേഷ ദിവസവും, അത് ക്രിസ്മസ് ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, എന്തിനൊരു പെസഹായുടെ അപ്പം മുറിക്കാൻ പോലും സ്വസ്ഥതയോടെ നിങ്ങളുടെ കുടുംബത്ത് പറ്റാത്തതിൻ്റെ കാരണം ഈ പീഡ നിങ്ങളെ ഭരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു നല്ല ഡെലിവറൻസ് ഈ കാലത്ത് നമ്മൾ വിചാരിക്കും എമ്പുരാനൊക്കെ പോയി കണ്ട് അതിലൂടെ സംവിധായകൻ കടത്തിവിടാൻ പിള്ളേരിൽ, ചെറുപ്പക്കാരിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള പൈശാചിക ബിംബങ്ങളും കണ്ട് നമ്മൾ ചിരിച്ച് കൈയടിച്ച് ഫൈറ്റല്ലേ കാണുന്നുള്ളൂ. സിനിമയല്ലേ? സിനിമയ്ക്ക് എന്താണ്? ഈ ലോകത്തിൻ്റെ മക്കൾ അവരുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ, വായിച്ചിട്ടില്ലേ മലയാളീസ്? ആര് പറഞ്ഞാണ്? കർത്താവ് പറഞ്ഞാണ്. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിൽ ലൂക്കായുടെ 16 പറയുന്നതാണ്, ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിലെ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ആരാണ് വെളിച്ചത്തിൻ്റെ മക്കൾ? നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. റോമാലേഖനത്തിന്റെ 13:13 പറയില്ലേ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ച വിധം പെരുമാറാം. That we are the children of light. ഈ തലമുറയിൽ കർത്താവിൻ്റെ നിത്യമായ വചനം പറയാണ്, ഈ ലോകത്തിൻ്റെ മക്കൾ നമ്മളെക്കാൾ ബുദ്ധിശാലികളാണ്. അവരെങ്ങനെയാണ് ദുഷ്ടന്റെ സ്വാധീന വലയത്തിലേക്ക് വെളിച്ചത്തിൻ്റെ മക്കളെ കൊണ്ടുവരേണ്ടത്, അവരുടെ ആത്മാവിലും ബുദ്ധിയിലും മനസ്സിലും എങ്ങനെ അന്ധകാരം കടത്തിവിടണമെന്ന് ഈ ലോകത്തിൻ്റെ മക്കൾക്കറിയാം. അത് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനമാണ് പ്രിയരെ നമ്മൾ ചോദിച്ചു മേടിക്കേണ്ടത്. നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഈ ദേശത്ത് കൃപയോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇത് വലതേറെ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പൈശാചിക സ്വാധീനത്തിൻ്റെ രണ്ടാമത്തെ പീഡയുടെ ലക്ഷണമാണ് ഷൗട്ടിങ് ആൻഡ് ക്രൈ, കലഹം, അലറി വിളിക്കൽ, വഴക്ക്, നിത്യസംഭവമാവുന്ന കുടുംബങ്ങൾ. മൂന്നാമത് പിശാചിൻ്റെ പീഡയുടെ മൂന്നാമത്തെ കാരണം ഇയാളെക്കുറിച്ച് പറയാണ്, അവൻ കല്ലുകൊണ്ട് സ്വയം മുറിവേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. മർക്കോസ് പറയുന്നത് പിശാച് ബാധകൻ അവൻ കല്ലുകൾ കൊണ്ട് സ്വയം മുറിപ്പെടുത്തി. പിശാച് ബാധയുടെ പീഡയുടെ മൂന്നാമത്തെ ലക്ഷണമാണ് സെൽഫ് ഹാമിങ്, സ്വയം മുറിപ്പെടുത്തുകയാണ്. ഈ കാലത്ത് അനേക കുട്ടികളിൽ ഈ ഒരു പ്രവണത ഈ ദേശത്ത് നമ്മൾ കാണുന്നുണ്ട്. ചെറുപ്പക്കാരിൽ അനേക കുട്ടികളിൽ. ഞാനൊരിക്കലൊരു ധ്യാനം നടക്കുമ്പോൾ ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഒരു 12 വയസ്സ് 13 വയസ്സുള്ള കൊച്ചാണ്. അതിൻ്റെ
കൈനീളമുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. ആ ഉടുപ്പങ്ങ് മാറ്റിയപ്പോൾ കാണുന്നതെന്നറിയാമോ? കൈയുടെ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ ബ്ലേഡിന് വരച്ച് പാടാണ്. എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ, പഠിക്കാനിരിക്കുമ്പോൾ ടെൻഷൻ കയറും. അപ്പം അതെന്നാ ചെയ്യും? ഒരു ബ്ലേഡ് എടുക്കും, ഒരു വര, ഒരു സുഖം. നമ്മൾ വിചാരിക്കും ഇതെന്ത് കർത്താവ് ഇങ്ങനെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാൻ പറ്റുന്നു? സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാൻ പറ്റുന്ന ആണ് പറയുന്നത്, അവൻ കല്ലുകൊണ്ട് സ്വയം മുറിപ്പെടുത്തും. ചുമ്മാ ഒരു കല്ലെടുത്ത് നെറ്റിക്കിട്ടിരിക്കുകയാണ്. ശരീരം എന്താണ് നമ്മുടേത്? We are the temple of God. ദൈവത്തിൻ്റെ ആലയമാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തിൽ നടത്തുന്ന എല്ലാ മുറിപ്പെടുത്തലും എന്താണ്? You are destroying the temple of God, its sanctity. ദൈവത്തിൻ്റെ ആലയമാവുന്ന ഈ ശരീരത്തെ നശിപ്പിക്കാൻ പിശാച് നടത്തുന്ന പ്രവർത്തികളാണ് സെൽഫ് ഹാമിങ്, സ്വയം മുറിപ്പെടുത്തുക, ദുശീലങ്ങൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്. ഇതെല്ലാം ശരീരമാകുന്ന ദേവാലയത്തെ ഡെസക്രേറ്റ് ചെയ്യുന്ന, അതിൻ്റെ കൃപ നശിപ്പിച്ച് കളയുന്ന, അതിനെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവർത്തികളാണ്. അതുകൊണ്ടാണ് പിശാച് ബാധയുടെ പീഡയുടെ ലക്ഷണമാണ് സെൽഫ് ഹാമിങ്. ഹല്ലേലൂയ. അതുപോലെ വലിയ ചിന്തയാണ് ആത്മഹത്യാ ചിന്ത. മരിക്കണം എന്ന് ചോദിക്കാം. നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും മരിക്കണം. എന്തെങ്കിലും സങ്കടം വരുന്നു, പ്രയാസം വരുന്നു, ഉടനെയുള്ള ചിന്തയാണ് മരിച്ചു കളയണം. മലയാളികൾക്ക് വളരെ പ്രകടമായിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ സൂയിസൈഡൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയാമോ? കേരളം. ചെറിയ കാര്യം മതി ആത്മഹത്യ ചെയ്യാമെന്നാണ്. സഹനങ്ങളെ നേരിടാൻ നമുക്ക് ഒരു ധൈര്യം കിട്ടുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ എത്രയോ ആവിഷ്കാരങ്ങൾ ഈ സഹനത്തിൻ്റെ മൂല്യം പറയുന്നതാണ്. ഒരിക്കൽ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ പെരുന്നാളിൻ്റെ പ്രസംഗം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, സെബസ്ത്യാനോസ് ഉണ്ണിയാളിന് എങ്ങനെയാണ് അച്ഛാ മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ഞാൻ പറഞ്ഞു, വടിക്ക് അടിച്ചു കൊന്നു. അങ്ങനെയാണ്, അറിയത്തില്ലേ? അമ്പെയ്തു ഡയക്കുളിഷൻ. എന്നിട്ട് മരിച്ചെന്ന് വിചാരിച്ച അയാൾ പോയി. അന്ന് റോമിലൊരു മഹാവിശുദ്ധ ജീവിച്ചിരുന്നു. അവരാ രാത്രി വന്ന് ഈ അമ്പയൊക്കെ ഊരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മുറിവൊക്കെ വെച്ച് സുഖപ്പെടുത്തി. ആരോഗ്യം കിട്ടി നടക്കാറായപ്പോൾ സെബസ്ത്യാനോസിനോട് ആദിമസഭ പറഞ്ഞു, റോമിലെ സഭ പറഞ്ഞു, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം, ഇവിടെ നിൽക്കരുത്, ഡയോക്ലീഷ്യനെ കൊല്ലും. നടക്കാൻ ത്രാണി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ആൾ ചെയ്തെന്താ അറിയാമോ? ഡയോക്ലീഷ്യൻ പതിവായിട്ട് നടക്കുന്ന ഉദ്യാനത്തിൽ അയാൾ നടന്നു വരുന്ന വഴിക്കരികിൽ നിൽക്കുകയാണ്. എന്നിട്ട് ചക്രവർത്തി അടുത്തെത്തിയപ്പം വിളിച്ചു പറയാണ്, അല്ലയോ ഡയോക്ലീഷ്യൻ, നീ ഈ പാവപ്പെട്ട നിരപരാധികളായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് അനീതിയാണെന്ന് നിന്നെ ഓർപ്പിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. കലിപൂണ്ട ചക്രവർത്തി പറയാണ്, തല്ലിക്കൊല്ലാൻ, വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുകയാണ്, വടിക്കടിച്ച് കൊല്ലുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ വടിക്കടിച്ച് ഗതയ്ക്കടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അവനോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അമ്പല്ലല്ലോ എഴുന്നള്ളിക്കേണ്ട, ഗതയല്ലേ? എങ്ങനെയുണ്ട് അല്ലേ? ശരിക്കും സെബസ്ത്യാനോസ് മരിച്ച വടിക്കടിച്ചാണ്. അങ്ങനെയാണ്, നമ്മൾ അമ്പനല്ലല്ലോ. അവർ അങ്ങനെ വടിയല്ലേ നമ്മൾ വീട്ടിൽ കൂടെ. അപ്പോൾ ഒരു പത്രാസം ഉണ്ടാവുമല്ലോ, വടി എഴുന്നള്ളിച്ചുകൊണ്ട് വീട്ടിൽ കൂടെ പോകുന്നത്. എന്തിനാണ് ഈ അമ്പ് എഴുന്നള്ളിക്കുന്നത് അറിയാമോ? അമ്പിനെ സഹനത്തെ മറികടന്നതിൻ്റെ ഓർമ്മയാണ്. അതാണ് ക്രിസ്ത്യാനി. സഹനത്തെ മറികടന്നതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഈ വലിയ ആഴ്ചയിലേക്ക് വരുമ്പം അവനെങ്ങനെയാണ് പീഡകളെ, മരണത്തെപ്പോലും അവനെങ്ങനെ മറികടന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് ഒരു ചെറിയ സഹനം വരുമ്പോൾ അവർ ചിന്തിക്കുകയാണ് മരിച്ചു കളയാം. അത് ദൈവികമല്ല. നമ്മുടെ ഉള്ളിലെ പൈശാചിക ചിന്ത കൊണ്ടുവരുന്ന ആദ്യത്തെ കാര്യമാണ് ആത്മഹത്യാ ചിന്ത, സ്വയം മുറിപ്പെടുത്താനുള്ള ചിന്ത, സ്വയം നശിപ്പിക്കാനുള്ള ചിന്ത, ദുശീലങ്ങളുടെ ബന്ധനത്തിൽ കൊണ്ടുപോകാനുള്ള ചിന്ത. പ്രിയരെ, ഈ പിശാചിൻ്റെ പീഡയുടെ സ്വാധീനം ആണ്, പ്രകടമായ അടയാളമാണ് സെൽഫ് ഹാമിങ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെയും പൈശാചിക പീഡയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് മദ്യപാനം. നമ്മൾ 50 ദിവസം നോമ്പെടുക്കുമല്ലോ, എന്നിട്ട് ദുഃഖവെള്ളിയാഴ്ച പോയിട്ട് ഒരു ജോണി വാക്കർ മേടിക്കും, കയ്പ് നീരിന് പകരം. ഇത് വെച്ചിട്ട് ഈസ്റ്റർ ആഘോഷിച്ചാൽ എന്ത് സമാധാനമായിരിക്കും വീട്ടിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങളൊക്കെ വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈസ്റ്റർ ആഘോഷിച്ചാൽ എന്ത് കൃപ കിട്ടുമെന്നാണ് പറയുന്നത്. മദ്യപാനം, മധുരോത്സവം, ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവർത്തികളാണെങ്കിൽ ഈ സംഭവം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കൃപയിലേക്ക് കടന്നു വരാൻ പറ്റും?
എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ കല്യാണം ഞാനാണ് കെട്ടിച്ചത്, ഒരുമിച്ച് പഠിച്ച്. ഒരു ദിവസം രാത്രി ഒരു മണിയായി, അസാധാരണമായ ഒരു വിധത്തിൽ അവൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, ഇതിനെ എത്രയും പെട്ടെന്ന് നല്ല ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ കെട്ടിച്ചു തന്ന ആൾ തന്നെ വിവാഹമോചനം നടത്തി തേണ്ടി വരും. ഞാൻ പറഞ്ഞു, എടി നീ സമാധാനിക്കുക, രാത്രി 1 മണി കഴിഞ്ഞ് സ്ത്രീകളിങ്ങനെ ആക്രോശിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് സമാധാനിക്കുക. നിങ്ങൾ വായിച്ചിട്ടില്ല? നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ബാധകമല്ലല്ലോ. അപ്പം നീ സമാധാനി, കാര്യം എന്താണെന്ന് പറയാം. അപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത്. ഇവൻ കുറച്ച് കാലങ്ങളായിട്ട് വെള്ളവടി തുടങ്ങി. അപ്പം അത് കൂടിക്കൂടി വന്ന് കഴിഞ്ഞ ദിവസം ഒരു ലഗാനമില്ലാതെ ഈ പറഞ്ഞ ദിവസം വന്ന പാടെ മത്തായി ഇതാ മലക്കുന്നു എന്ന് പറഞ്ഞ് കയറി കിടന്നു. 1 മണിയൊക്കെ ആയപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, എടി നീ എന്തൊരു നല്ല ഭാര്യയാണ്, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയനെ. ഈ കേരളക്കര കണ്ട ഏറ്റവും നല്ല ഭാര്യ നീയാടി. ഒന്നും മനസ്സിലാകുന്നില്ല. ഉറക്കത്തിൽ നിന്നാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറയാത്തവൻ എഴുന്നേൽപ്പിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാണ്. യു ആർ സൂപ്പർ, വണ്ടർഫുൾ, അമേസിങ് എന്നെല്ലാം പറഞ്ഞ്. അവളിങ്ങനെ കണ്ണ് വീഴ്ച നിൽക്കുമ്പോൾ പറയാണ്, എടി നീ നമ്മുടെ ടോയ്ലറ്റ് പോലും തട്ടാക്കി തിരിച്ച് ആപ്പിളും മുന്തിരിങ്ങയൊക്കെ എടുത്ത് വെച്ചിരിക്കുമല്ലേ. അവൾക്ക് ആദ്യം ഒന്ന്, എന്നാ നിങ്ങൾ എന്നാ ഈ പാതിരാത്രിക്ക് പറയുന്നത്? അവൻ പറയാണ്, നീ നമ്മുടെ ടോയ്ലറ്റ് പോലും തട്ടാക്കി തിരിച്ച് ആപ്പിളും മുന്തിരിങ്ങയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അവളത് അലർച്ചയോടെ എടുത്ത്, കാലമാട ഫ്രിഡ്ജിൽ മുള്ളിയിട്ട് വന്നിട്ടാണോ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത്? കാര്യം മനസ്സിലായോ? 1 മണിക്കൊരു വെള്ളിയാഴ്ച ഇല്ലാതെ ഒരു കതക് ചെറുത് കണ്ടത് വലിച്ചു തുറന്നൊരു വെളിച്ചം കണ്ടു. അപ്പോൾ ടോയ്ലറ്റാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞേച്ച് വന്നേച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അവൾ ഫോണിൽ വിളിച്ചാൽ, ഈ സാധനത്തിനെ നാളെ തന്നെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വിവാഹമോചനത്തിന് കേസ് കൊടുക്കും. പല കുടുംബങ്ങളുടെ വിഷയമുണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും കൃപയുള്ള അനുഗ്രഹിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. നിയമാവർത്തനത്തിന് 4:7 വായിച്ചിട്ടില്ലേ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അങ്ങനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവിന് അടുത്തുള്ള തൊടാവുന്നത് പോലെ ദൈവം അരികിലുള്ള ഒരു ജനത എന്തുകൊണ്ടാണ് ഈ ആത്മീയ കൃപയും ദൈവിക വാഗ്ദാനവും പാലിക്കപ്പെടാതെ പോകുന്നത്? നമ്മൾ മറന്നു പോകുന്ന അനേക പൈശാചിക പീഡയുടെ മേഖലകൾ നമ്മുടെ പിടികൂടുന്നത് കൊണ്ടാണ്, ബന്ധിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന എല്ലാതും പൈശാചിൽ നിന്ന് വരുന്ന പീഡകളാണ്. ഈ ശരീരം വചനം തരുന്ന ഏറ്റവും നല്ല ഡെഫിനിഷനാണ് ഹ്യൂമൻ ബോഡിക്ക്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലയമാണ്. സർവശക്തനായ ദൈവത്തിന് വസിക്കാൻ അവൻ തിരഞ്ഞെടുത്ത ആലയമാണ് ഈ ശരീരമെങ്കിൽ അതിൻ്റെ കൃപ നശിപ്പിച്ച് കളയുന്ന സകല പ്രവർത്തികളും പിശാചിൽ നിന്ന് വരികയാണ്. ഇന്ന് വലതുകരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ കടന്നു വന്നിട്ടുള്ള പൈശാചിക പീഡയുടെ സ്വാധീന മേഖലകളിൽ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന, ദൈവത്തിൻ്റെ ആലയമാവുന്ന ഞങ്ങളുടെ ശരീരത്തെ മുറിപ്പെടുത്തിയിട്ടുള്ള, അതിൻ്റെ വിശുദ്ധി നശിപ്പിക്കുന്ന എല്ലാ പ്രവണതകളെ, ദുശീലങ്ങളെ കർത്താവെ അതിൻ്റെ ബന്ധനങ്ങളിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ഈ കൂട്ടായ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്നത് സ്തുതിക്കട്ടെ. മദ്യാസക്തിക്ക് അടിമപ്പെട്ട വ്യക്തികളെ, ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ, തലമുറകളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സെൽഹാമിങ്, സ്വയം മുറിപ്പെടുത്തുന്ന പ്രവണതയുള്ള കൗമാരക്കാരെ, ചെറുപ്പക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ ചിന്തകൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ വിശുദ്ധിക്കെതിരായുള്ള സകല ചിന്തകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അപ്പോൾ പൈശാചിക സ്വാധീനത്തിന്റെ ആദ്യത്തെ അടയാളമാണ് ടൂംബ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ അടയാളമാണ് ഷൗട്ടിങ് ആൻഡ് ക്രൈങ്, കലഹം, വഴക്ക്, അക്രമവാസന. മൂന്നാമത്തെ അടയാളമാണ് സെൽഫ് ഹാമിങ്, സ്വയം മുറിപ്പെടുത്തുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന പ്രവണത. നാലാമത് ഈ പിശാചി ബാധിതനെ കുറിച്ച് പറയാണ്, അവനെ ആർക്കും ഒതുക്കി നിർത്താൻ പറ്റിയിരുന്നില്ല. ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിച്ചാൽ അവനത് വലിച്ചു പൊട്ടിക്കുമായിരുന്നു. അവനെ ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിക്കാൻ പറ്റുമായിരുന്നില്ല. ആർക്കും അവൻ കീഴ്പ്പെടുകയില്ല. അൺകൺട്രോളബിൾ ആയിരുന്നു. പൈശാചിക സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് ഇറ്റ് വിൽ ബി റെബല്യസ്. ആർക്കും വിധേയപ്പെടുകയില്ല.
ആരെ അനുസരിക്കുകയില്ല, ആരോടും വിധേയത്വമില്ല, ഒരിടത്തും ആർക്കും നിയന്ത്രിക്കാൻ പറ്റുകയില്ല, അൺകൺട്രോളബിൾ ആവുന്ന പെരുമാറ്റം. പ്രേരെ, ഈ കാലത്ത് സഭയിൽ അതിഭീകരമായി വരുന്ന ഒരു പൈശാചിക പീഡയുടെ തെളിവാണ്. ആർക്കും വിധേയപ്പെടുകയില്ല, ആരെ അനുസരിക്കുകയില്ല, എല്ലാവരോടും ധിക്കാര പ്രകൃതിയാണ്. അത് വിശ്വാസികളിൽ അങ്ങനെ വരുന്നു, പുരോഹിതരിൽ അങ്ങനെ വരുന്നു, സമർപ്പിതരിൽ വരുന്നു. ഈ റിബല്യസ് നേച്ചർ, നമ്മൾ ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ദുഷ്ടതയുടെ അരൂപിയെ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ റിബല്യസ് നേച്ചർ കാണുമ്പോൾ നമ്മളത് വ്യക്തികളിലേക്ക് അവരുടെ കുറ്റമാണെന്ന് വിചാരിക്കും. ഈ കാലത്ത് പിശാചിൻ്റെ വലിയൊരു കെണിയാണ്. അവൻ റിബല്യസ് നേച്ചറുണ്ട്, ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, ആർക്കും വിധേയപ്പെടില്ല. കുടുംബങ്ങളെല്ലാം ഈ വിഷയമാണ്. വിധേയമില്ലത്, മക്കൾക്കാണല്ലോ അനുസരണയില്ല, പേരൻസിനോട് ഉള്ള വിധേയത്വം നഷ്ടപ്പെടുന്നു. സഭയിലാണ് തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ വിധേയത്വ കമ്മ്യൂണിയൻ നഷ്ടപ്പെടുകയാണ്, അനുസരണം നഷ്ടപ്പെടുകയാണ്. ഓക്കെ, പിശാചിൻ്റെ പീഡയുടെ ലക്ഷണമാണ് ആർക്കും നിയന്ത്രിക്കാൻ അനുവദിക്കുകയില്ല, അൺകൺട്രോളബിൾ ആണ്. ആരാലും നിയന്ത്രിക്കപ്പെടാൻ അനുവദിക്കാതെ, ഒരു ചങ്ങലയ്ക്കും വിധേയപ്പെടാതെ. നോക്കൂ, അതിൻ്റെ മറ്റൊരു വശമാണ് കുടുംബജീവിതം നയിക്കുന്നവരിൽ. നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം ചില വൗസാണ്, ഉടമ്പടികളാണ്. ചില ഉടമ്പടികൾ ഞങ്ങൾ അച്ഛന്മാർ, സന്യസ്തരും ഒക്കെ എടുക്കുന്ന ഉടമ്പടി, ദാരിദ്ര്യം, അനുസരണം, കന്യാവ്രതം, ഈ ഉടമ്പടിയാണ്. ഇതിൻ്റെ മേലാണ് ഈ ബന്ധങ്ങൾ കൃപയിൽ പോകുന്നത്, ജീവിതം കൃപയിൽ പോകുന്നത്. ഈ വൗസ് ഒന്നും ബാധകമല്ല എന്ന് വിചാരിച്ചാലോ, അതെല്ലാം പൊട്ടിക്കാൻ ശ്രമിച്ചാലോ? ഇതേപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ. എപ്പോഴാണോ തിന്മയുടെ പീഡയിലാവുന്നത്, പിന്നെ അവരെ ബന്ധിക്കുന്ന ഒന്നും അവർക്ക് ബാധകമല്ല. ദേ വിൽ ബ്രേക്ക് ഓൾ ചെയിൻസ് ആൻഡ് ഓൾ വൗസ്. എല്ലാ ഉടമ്പടിയും പൊട്ടിക്കാൻ ശ്രമിക്കും. വിവാഹ ഉടമ്പടികൾ പൊട്ടിക്കാൻ ശ്രമിക്കും, ബന്ധങ്ങളുടെ വിശുദ്ധി പൊട്ടിക്കാൻ ശ്രമിക്കും. നോക്കൂ, പിശാചിൻ്റെ പീഡ കടന്നു വരുമ്പോഴാണ് ഒന്നിനും, ഒരു ഉടമ്പടിക്കും, ഒരു വ്രതത്തിനും, ഒരുത്തിനും നിശ്ചയത്തിനും കീഴ്പ്പെടാൻ തക്ക വിധം ഒരു റിബല്യസ് നേച്ചർ വളർന്നു വരികയാണ്. സ്വന്തം ഇഷ്ടം മാത്രം അനുസരിക്കും. ഹല്ലേലൂയ. വലതുകര ഒരുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നിന് നമ്മൾ ധാരിക്കുക. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ആരെന്നറിയാമോ? നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമൊക്കെ പറയുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ആളുകളാണ് അവിടുത്തെ വീട്ടുജോലിക്കാർ. യേശു വന്നിട്ട് അവിടെ പറയാണ്, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം കോരുന്ന കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വെക്കുന്ന ഭരണികളല്ല. എവിടെ ഇരുന്നാന്നറിയാമോ? കുളിമുറിയിലോ കിണറ്റുകരയിലോ. ശുദ്ധീകരണ കർമ്മം, വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് വെള്ളം, കാല് കഴുകാനായിട്ട് വെള്ളം കോരി വെക്കുന്നത്, കുളിക്കാനൊക്കെയുള്ള ഒക്കെ കുളിമുറിയിലൊക്കെ വെക്കുന്ന കൽഭരണികളാണ്. ഈശോ എന്താ പറഞ്ഞറിയാമോ? ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കാനാണ് പറഞ്ഞത്. അവിടുത്തെ പ്രശ്നം എന്താണ്? കലവറയിൽ വീഞ്ഞു തീർന്നു. അപ്പോൾ അവൻ പറയാണ്, കുളിമുറിയിലെ ഭരണിയിൽ നിങ്ങളുടെ വീട്ടിലൊരു പാർട്ടി നടത്തുന്നു, നിങ്ങൾ വീഞ്ഞു മേടിച്ചു, തീർന്നു. അപ്പോൾ അവിടെ വികാരിച്ചം വന്നിട്ട് പറയാണ്, ബാത്റൂമിലെ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ, ഡു യു ഫോളോ ദാറ്റ്? വീഞ്ഞായതുകൊണ്ട് നമ്മൾ പിന്നെ ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കുമായിരിക്കും അല്ലേ? ഈ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഒരു 7 ദിവസം നിൽക്കുന്ന ആഘോഷമാണ്. യഹൂദരുടെ കല്യാണം 7 ദിവസമാണ്. ഒന്നാമത്തെ ദിവസം വൈകുന്നേരം സംഭവം തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ അവിടെ വീഞ്ഞു തീർന്നു. എൻ്റെ ഒരു ബലമായ വിശ്വാസം, ഏതോ മലയാളികൾ അതിനകത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ മാട് കാടിവെള്ളം കുടിക്കുന്ന പോലെ നമ്മുടെ ഒരു ശൈലിയാണല്ലോ. അപ്പോൾ ഈ പരിചാരകരുടെ പ്രത്യേകത, അവരോട് പറയാണ്, കലവറയിൽ വീഞ്ഞു തീർന്നു, കുളിമുറിയിലെ പാത്രത്തിൽ കോരി വെക്കാൻ പറയുന്നു. ആൻഡ് ദേ സിംപ്ലി ഒബൈഡ് ഇറ്റ്. അവരത് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്തെന്നറിയാമോ? തെളിവ് സുവിശേഷം എഴുതി വെച്ചിട്ടുണ്ട്. അവരതെല്ലാം വക്കോളം നിറച്ചു എന്നാണ്. വക്കോളം നിറച്ചു. നിങ്ങൾ ചെറുപ്പത്തിൽ വെള്ളം കോരാൻ പോയിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? വീട്ടിൽ വെള്ളം കോരിയിട്ടുള്ളത്. ഞാൻ വീട്ടിൽ ധാരാളം വെള്ളം, എൻ്റെ വീട്ടുപേര് ഓലിക്കരോട്ടെന്നാണ്. ഓലി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ്? കിണറിൻ്റെ അനിയൻ. ഞാനല്ല, ഓലി. അപ്പോൾ എൻ്റെ വീട് ഈ കിണറിൻ്റെ ഓലിയുടെ മുകളിലാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ഇത്, ഞങ്ങളുടെ സ്ഥലപ്പേര്, എൻ്റെ ഒറിജിനൽ സ്ഥലപ്പേര് എല്ലാ ദിവസവും നാക്ക് പിടിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അരി വിളഞ്ഞ പോയിൽ എന്നാണ്.
അതാണ് പറഞ്ഞത്. ഞെട്ടിയിട്ട് കാര്യമില്ല. അരി വിളഞ്ഞ പോയിൽ, നോ ക്വസ്റ്റ്യൻസ്. അരിയാണോ വിളയുന്നത്, നെല്ലാണോ, നോ ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് സ്ഥലപ്പേര്. അപ്പോൾ അവിടെ ഞങ്ങൾ അരി വിളഞ്ഞ പോയിൽ സിറ്റി എന്നൊക്കെ പറയുമെങ്കിലും കറണ്ട് വന്നത് 2000-ലാണ്. ഓ, നിങ്ങളുടെ പുച്ഛം കണ്ടിട്ട് നിങ്ങൾ കറണ്ടുമായിട്ട് ജനിച്ച ആളുകളെ പോലെ ഉണ്ട്. അപ്പോൾ ഈ അരിവിളഞ്ഞോൾ സിറ്റിയിൽ 2000-ൽ കറണ്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഈ ഓലിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഈ ഓലിയിൽ വെള്ളം കോരാൻ പോകാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ചില വന്യജീവികളുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് വാലുമാക്രി, പിന്നെ ഒരെണ്ണത്തിൻ്റെ പേര് ഈ വഴക്കാവര എന്ന് പറയുന്നൊരു കുഞ്ഞു മീനുണ്ട്, ഇങ്ങനെ ഡിസൈനുള്ള മീൻ. അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കാൻ ആവേശമുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ആര് വെള്ളം കോരിയാലും മുമ്പിൽ ചാടും. അപ്പോൾ എൻ്റെ ഈ ആവേശം കണ്ട് എൻ്റെ പാകത്തിനുള്ള ഒരു അലുമിനിയം കലം എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ജലദോഷമൊക്കെ ആയിട്ട് മൂക്കുചീറ്റിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. പെങ്ങൾ വെള്ളം കോരാൻ ഇറങ്ങി, ഞാൻ എൻ്റെ കലമായിട്ട് മുമ്പിൽ ചാടി. എന്നോട് പറഞ്ഞു കേരള പരയ്ക്കാത്തെന്ന് പറഞ്ഞു. ഒന്നാമത് ജലദോഷമാണ്, ഇനി വെള്ളത്തിലോട്ടും കൂടെ ഇറങ്ങാത്തേ ഉള്ളൂ, അടങ്ങി തിണ്ണലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പല കാറിച്ചകളൊക്കെ നടത്തി നോക്കിക്കഴിഞ്ഞപ്പം പെങ്ങൾ ഓലി ചെന്നു. ഇനി കാറിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ അലുമിനിയം കലം കാലിയായത് അങ്ങനെ ഇരിക്കുകയാണ്. ഞാനതെടുത്ത് തലയെ വെച്ച് ഈ പെങ്ങളോടുള്ള കലിപ്പിന് മുറ്റത്തൂടെ അവൾ നടക്കണത് പോലെ, പെണ്ണുങ്ങൾ നടക്കണ ഒരു സ്റ്റൈലില്ലേ, അതുപോലെ ടാങ് ടാങ് എന്ന് വെച്ച് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഇപ്പം ഈ കലം നേരെയാണല്ലോ ഇരിക്കുന്നത്, ഇത് കമിഴ്ത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ മലയാളീസ്, നിങ്ങൾ അലുമിനിയം കലം തല കമിഴ്ത്തി വെച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് വണ്ടർഫുൾ, ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ അടുത്ത അവധിക്ക് പോകുമ്പോൾ ഒരു അലുമിനിയം കലം മേടിക്കും, നല്ലതായിരിക്കും. വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പം അത് കമിഴ്ത്തി വെച്ച്, അപ്പം ഞാനിതിങ്ങനെ കമിഴ്ത്തി വെക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് പറയുന്ന 1986-കളിലെ കാര്യമാണ്. അതാണ് നമ്മുടെ പുതിയ കുർബാന അന്നാപ്പസക. അപ്പോൾ അച്ഛന്മാരൊക്കെ അന്നാപ്പസകയൊക്കെ പാടുന്നൊക്കെ. അപ്പം ഞാൻ ചുമ്മാ ഈ കലം തല കമിഴ്ത്തി വെച്ചിട്ട് പാടുകയാണ്. അന്നാപ്പസക, യേശുദാസ് പാടുന്ന പോലെ ഉണ്ട്. അതും ഒരു നല്ല എക്സർസൈസാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ കലം വെച്ച് തല കമിഴ്ത്തി വെക്കുക, ഓരോ പാട്ട്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ മുഹമ്മദ് റാഫിയാണ്, യേശുദാസാണ്, MG ശ്രീകുമാരാണെന്നൊക്കെ തോന്നാൻ, ചിത്രയാണെന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കലം തല കമിഴ്ത്തി വെച്ച് ഞാനിങ്ങനെ പാട്ടും പാടി പോവുകയാണ് അന്നാപ്പസക. അപ്പം അങ്ങനെ പാടി അങ്ങ് പോകുമ്പോൾ നീ എവിടെയാടാ നിൽക്കുന്നതെന്ന് ചോദിക്കും, പിടിച്ചു വലിക്കുന്നു. പെങ്ങൾ വെള്ളം കോരിയിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്നാണെന്നറിയാമോ? മുറ്റം ഇങ്ങനെ ഒരു 10-30 അടി കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഞാൻ ഈ അന്നാപ്പസായം പാടി നടക്കുന്ന ഈ മുറ്റത്തിൻ്റെ വിളുമ്പിലാണ്. ഒരു ചുവടൂടെ വെച്ചാൽ പിറ്റേ ദിവസം വീട്ടിൽ ടേപ്പ് റെക്കോർഡർ പാടും, വിടവാങ്ങുന്നേ. അപ്പോൾ പെങ്ങൾ നോക്കുമ്പോൾ കാഴ്ച ഈ കലയിൽ ഈ തല വിരിക്കുന്നതുകൊണ്ട് എനിക്ക് നടക്കുന്ന വഴി കാണാൻ പറ്റില്ല. ഞാൻ ഈ വെള്ളം കോരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മളിതുപോലെ വെള്ളം കോരാൻ പോയിട്ടുള്ളവർക്കറിയാം, എന്തെങ്കിലും കളിക്കുകയോ ഒക്കെ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും വെള്ളം കോരിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത്. മനസ്സില്ലാ മനസ്സോടെ ചെന്നാൽ നിങ്ങൾ വക്കോളം നിറയ്ക്കാറുണ്ടോ എപ്പോഴേലും? അരക്കലം വെള്ളം, ശരിയല്ലേ? ഇത് നിറച്ച് കൊണ്ടുവരുന്ന എപ്പോഴാണ്? വെൻ യു ആർ ഫുള്ളി ഒബീഡിയൻറ്റ്. നിങ്ങൾ ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴാണ്. കാനായിലെ പരിചാരകരുടെ കൃപ എന്തായിരുന്നു? കലവറയിൽ വീഞ്ഞു തീർന്നപ്പോൾ അവരോട് പറയാണ്, കുളിമുറിയിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വെള്ളം കോരി വെക്ക്. ദേ സിംപ്ലി ഒബൈഡ്. അവർ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു. വക്കോളം നിറയ്ക്കുകയാണ്. മനസ്സിലാകാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ കൃപയോടെ അനുസരിക്കാനുള്ള ആ വരമാണ് ഈ കാലത്ത് പലയിടത്തും നമുക്ക് നഷ്ടപ്പെടുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾക്കപ്പുറം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി വിധേയപ്പെടാനുള്ള ഒരു കൃപയാണ് ഈ കാലത്ത് നഷ്ടപ്പെടുന്നത്. അത് കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്, സഭയിൽ നഷ്ടപ്പെടുന്നുണ്ട്. പ്രിയരെ, അതുകൊണ്ട് നിങ്ങളെ ബന്ധിക്കുന്ന കൃപയുടെ കെട്ടുകളൊക്കെയും അഴിക്കാൻ പിശാചിൻ്റെ ബാധകൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ കുടുംബ ബന്ധങ്ങൾ തകർക്കും, അവൻ രക്തബന്ധങ്ങൾ തകർക്കും, അവൻ ആത്മീയ ബന്ധങ്ങൾ തകർക്കും. ആരെയും അനുസരിക്കാത്ത, ആർക്കും വിധേയപ്പെടാത്ത, ആരാലും നിയന്ത്രിക്കപ്പെടാൻ അനുവദിക്കാത്ത ധിക്കാരികളുടെ ഒരു തലമുറയെ രൂപപ്പെടുത്താനാണ് പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. വലതേറെ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിൻ്റെ പീഡയുടെ 5ാമത്തെ ലക്ഷണമാണ് ഡിസയർ ഫോർ ന്യൂഡിറ്റി. ഈ പിശാചി ബാധനെ കുറിച്ച് പറയാണ്, അവൻ വസ്ത്രം ധരിക്കാറേയില്ല. അവൻ വസ്ത്രം ധരിക്കാറേയില്ല. അവൻ രാപകൽ കല്ലറകൾക്കിടയിൽ വിവസ്ത്രനായി കഴിയുന്നു. ഡിസയർ ഫോർ ന്യൂഡിറ്റി. ഈ കാലഘട്ടത്തിൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഡിസയർ ഫോർ ന്യൂഡിറ്റി. അവർ ഫാഷൻ്റെ പേരിൽ, അവർ പുരോഗമനത്തിൻ്റെ പേരിൽ സ്വന്തം ശരീരത്തെ എക്സ്പോസ് ചെയ്യാനുള്ള ലസ്റ്റിൻ്റെ ഫീലിങ്ങിൻ്റെ ന്യൂഡിറ്റിയുടെ പ്രകപമാണ്.
ഈസ് സംതിങ് സൈറ്റനിക്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ കാലത്ത് ദൈവമക്കൾ, വെളിച്ചത്തിൻ്റെ മക്കളെന്നറിയിൽ എങ്ങനെയാണ് പിശാച് നമ്മളെ, നമ്മുടെ ബന്ധങ്ങളെ, കുടുംബത്തെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഡിസയർ ഫോർ ന്യൂഡിറ്റി കൊടുക്കുക. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അത് വൃത്തിയായി വിശുദ്ധിയായി സൂക്ഷിക്കണം. പക്ഷെ അവൻ ഹി വിൽ ഇമ്പോസ് എ ഡിസയർ ഫോർ ന്യൂഡിറ്റി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. 6ാമത്തെ അടയാളമാണ്, ഇവനെക്കുറിച്ച് പറയാണ്, ഈ പിശാചി ബാധിതൻ അവനെ ഭയന്ന് അവൻ്റെ അടുത്തൂടെ ആരും പോകത്തില്ല. അവൻ താമസിക്കുന്ന മലയിലോ കല്ലറകളുടെ പരിസരത്തോ ഇവനെ ഭയന്ന്, ഈ അലറി വിളിക്കുന്ന, മുറിപ്പെടുത്തുന്ന, തുണിയുടുക്കാതെ നടക്കുന്ന ഇവനെ ഭയന്ന് ആരും അവൻ്റെ അടുത്തൂടെ പോകത്തില്ല. അവനെല്ലാവരും ഭയപ്പെടുകയാണ്. അവൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് മാറുക. പലപ്പോഴും പിശാചിൻ്റെ പീഡകൾ കുടുംബങ്ങളിൽ കാണുന്നത്, അപ്പനെ പേടിയാണ്, അടുത്തോട്ട് പോലും പോകാൻ പറ്റിയല്ല. അമ്മയെ ഭയങ്കര പേടിയാണ്, പരസ്പരം ഭയപ്പെടുകയാണ് ബന്ധങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ. വികാരിച്ചൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പേടിയാണ്, ഒരു വന്യമൃഗമായി മാറുകയാണ്. നോക്കി, നമ്മൾ നമ്മുടെ ഉള്ളിലെ കരുണയും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുത്തി, ആർദ്രത നഷ്ടപ്പെടുത്തി, കടിച്ചു കീറാനും വിഴുങ്ങാനും മാതിരി ഈ വന്യമൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുന്ന എപ്പോഴാണ്? when we are under the reign of Satan. പിശാചിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, അവൻ്റെ അഫ്ലിക്ഷൻ്റെ കീഴിലായിരിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം ബാധ്യതയായിട്ട് മാറുകയാണ്, പേടിക്കുകയാണ്. അപ്പൻ്റെ അടുത്ത് എന്നൊരു കാര്യം പറയാൻ മക്കൾക്ക് പറ്റാത്ത വിധം അയാൾ ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, പരസ്പരം ഭയപ്പെടുകയാണ്. അങ്ങനെ സ്വയം മറ്റുള്ളവർക്ക് ബാധ്യതയായിട്ട് മാറുന്നുണ്ടെങ്കിൽ പൈശാചിക പീഡയിൽ ജീവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പിശാചി ബാധനെ കുറിച്ച് പറഞ്ഞ, അവനെ മറ്റുള്ളവർ പേടിച്ച് അവൻ്റെ അടുത്തൂടെ പോലും പോകാതെ പോകാൻ. പൈശാചിക പീഡയുടെ അവസാനത്തെ അടയാളമാണ് ഫേക്ക് വർഷിപ്പ്. ഈ പിശാചി ബാധിതൻ ഈശോ വരുന്നുണ്ടെന്നറിഞ്ഞ് അവൻ ഓടിപ്പാഞ്ഞ് വരുന്നത് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാനാണ്. പക്ഷെ അതിനു മുമ്പ് അവൻ വളരെ വണ്ടർഫുള്ളായ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുകയാണ്. എന്താണ്? യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. നോക്കൂ, എത്ര സുന്ദരമായ പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. പിശാച് നല്ല വർഷിപ്പ് ലീഡറാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഫേക്ക് വർഷിപ്പാണ്. അതാണ് യെശയ്യായിലൂടെ ദൈവം പറയുന്നത്, ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹൃദയം അകത്ത് നിർത്തിയിട്ട് അധരം കൊണ്ടുള്ള ഈ ഒരു ഫേക്ക് വർഷിപ്പ് സംതിങ് ഡെവിളിഷ്. പൈശാചിക പീഡയുടെ ലക്ഷണമാണ് ഫേക്ക് വർഷിപ്പ്, ആത്മാർത്ഥതയില്ലാത്ത ആരാധന. വിശ്വാസത്തിൻ്റെ ഒരു ഫലങ്ങളും പുറപ്പെടുവിക്കുകയല്ല, ഫേക്ക് വർഷിപ്പ് നടത്തും. വലിയ ഭക്തനാണ്, പ്രാർത്ഥനക്കാരനാണ്, പ്രാർത്ഥനക്കാരിയാണ്, പക്ഷെ കുടുംബത്തിൽ കൂടെ ജീവിക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക് പരമാവധി ഉപദ്രവം ചെയ്യും, ഭയങ്കര പ്രാർത്ഥന നടത്തും, ബൈബിൾ വചനം ഇങ്ങനെ തീരോതെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയരെ, ഇതൊരു പൈശാചിക പീഡയാണ്. ഹൃദയം അകലെ നിർന്നിട്ട് ദൈവത്തെ വ്യർത്ഥമായിട്ട് ആരാധിക്കുകയാണ്. അപ്പോൾ ഈ പൈശാചിക പീഡയുടെ 7 അടയാളങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ പീഡ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തു പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈശോ ഇവനോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അവനെന്താ പേര് പറയുന്നത് അറിയാമോ? ലെഗിയോൻ എന്ന് പറഞ്ഞാൽ, ലെഗിയോൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ലീജിയൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. 6000 പട്ടാളക്കാരുള്ള ഒരു വ്യൂഹത്തിൻ്റെ പേരാണ് ലീജിയൻ എന്ന് പറയുന്നത്. 6000 പട്ടാളക്കാരുണ്ട്. അപ്പോൾ ഇവൻ പേര് പറയാണ്, ഞങ്ങൾ അനേകരുണ്ടെന്നാണ് പറയുന്നത്. വി ആർ മെനി. അപ്പോൾ ഈശോ ഇതിൽ നിന്ന് പുറത്തു പോകാൻ പറയുമ്പോൾ ഈ പിശാചുക്കൾ അവനോട് പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പന്നികളിലേക്ക് കയറാൻ അനുവദിക്കണം. പന്നി എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ, റോമാക്കാരുടെ ദൈവങ്ങൾക്ക് അവരർപ്പിച്ചിരുന്ന ബലിവസ്തുവായിരുന്നു പന്നി. അതുകൊണ്ടാണ് യഹൂദരെ സംബന്ധിച്ചത് മ്ലേച്ഛ മൃഗമാണ്, വിജാതീയരുടെ ദൈവങ്ങളുടെ ബലിവസ്തുവാണ്, അശുദ്ധ മൃഗമാണ്. അപ്പോൾ ഈ പിശാചുക്കൾ പറയണം, എന്നാൽ ഈ പന്നികളിലേക്ക് പ്രവേശിക്കണം. 2000 പന്നികളുണ്ടായിരുന്നു. ഈ പിശാചുക്കൾ കയറിയ വാട ഈ പന്നികൾ എന്നായതെന്നറിയോ? കിഴ്ക്കാൻ തൂക്കായ
നിരത്തൂടെ ഓടിച്ചെന്ന് അത് കടലിൽ മുങ്ങിച്ചെത്ത് പന്നി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഈ പിശാചിനേക്കാൾ ഭേദം മരണമാണെന്ന് വിചാരിക്കുന്നു. ഈ പിശാചിൻ്റെ പീഡയിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം. പന്നികളെല്ലാം കൂടെ പോയി ആത്മഹത്യ ചെയ്തു. അവിടെ ഉണ്ടായൊരു നഷ്ടം അറിയാം. ഞങ്ങളെ ഈ വർഷം അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വന്ന ബോബി അച്ഛനാണ് അത് ശാസ്ത്രീയമായിട്ട് കണക്കെടുപ്പ് നടത്തി. പന്നിയിറച്ചിയുടെ വില 2000 പന്നി, ഒരു പന്നിക്ക് ശരാശരി 50 കിലോ തൂക്കമുണ്ടെന്ന് വിചാരിക്കും. എത്ര കിലോ പന്നിയിറച്ചി ഉണ്ടാവും? അച്ഛൻ്റെ കണക്കൂട്ടിൽ 4 ലക്ഷം കിലോ പന്നിയിറച്ചി എന്ന്, അല്ല 1 ലക്ഷം കിലോ പന്നിയിറച്ചി എന്നാണ്. 50 കിലോ 2000, 1 ലക്ഷം കിലോ. 1 കിലോ പന്നിയിറച്ചിക്ക് 400 ഉറുപ്പിക വില. അപ്പോൾ 1 ലക്ഷം കിലോ പന്നിയിറച്ചിയുടെ വില എത്ര? 4 കോടി രൂപ. 4 കോടി രൂപയാണ് കടലിൽ പോയേക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരാത്മാവിനെ നേടാൻ വേണ്ടിയിട്ടാണ്. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? മത്തായിയുടെ 19:26. മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം? സ്വന്തം ആത്മാവിന് പകരമായി മനുഷ്യൻ എന്തു കൊടുക്കും? ഇവിടെ 4 കോടി രൂപയുടെ പന്നിയിറച്ചിക്കാൾ ദൈവം വിലവധിക്കുന്നത് ഒരൊറ്റ ആത്മാവിനെയാണ്, ഒരാത്മാവിനെ. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ സായാഹ്നത്തിൽ കടല് കടന്ന് ഗരസേനരുടെ നാട്ടിലേക്ക് വരുന്നത്. പ്രിയരെ, നമ്മളെ നമ്മുടെ കർത്താവ് അത്രമേൽ വിലമതിക്കുന്നു എന്നുള്ളതാണ്. പിശാചിൻ്റെ പീഡകളിൽ കഴിയേണ്ടവരോ അവൻ്റെ ആഡംബരങ്ങളിൽ തളച്ചിടേണ്ടവരോ അല്ല, ദൈവമക്കളുടെ കൃപയിലും സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ കർത്താവ് നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ട്, നമ്മളെ വിലമതിക്കുന്നതുകൊണ്ട് അവൻ നമ്മളെ വിടുതൽ തരാൻ, സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന 3 ലക്ഷണങ്ങളൂടെ പറയാം. അതിൽ ആദ്യത്തെ ലക്ഷണം, ഇവൻ സുബോധത്തോടെ ഈശോയുടെ കാൽക്കൽ ഇരിക്കുന്നതായിട്ടാണ് സുവിശേഷൻ പറയുന്നത്. പിശാച് വിട്ടുപോയ മനുഷ്യനെ ആളുകൾ കാണുന്നത് അവൻ സുബോധത്തോടെ ഈശോയുടെ കാൽക്കൽ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ കൃപയുള്ള ആളുകളാണ്. അതിൻ്റെ തെളിവ്, ഒരു ദിവസം വചനം കേൾക്കാൻ മാസത്തിൽ വന്നിരിക്കണമെങ്കിൽ യു നീഡ് എ ഗ്രേസ്. മാസത്തിൽ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നല്ല കാലാവസ്ഥയാണ്, ഏതൊക്കെ മല കയറാൻ പോവാം. പക്ഷെ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് വചനം കേൾക്കാനിരിക്കണം, കർത്താവിനെ ആരാധിക്കാൻ പറ്റണമെങ്കിൽ അതൊരു കൃപയാണ്. നിയമാവർത്തനത്തിൻ്റെ 33-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. നിയമാവർത്തൻ്റെ 33-ൽ വചനം ഇങ്ങനെ പറയാണ്, കർത്താവിൻ്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലാണ്, അവർ അവിടുത്തെ പാദത്തിങ്കിലിരുന്ന് അവിടുത്തെ വചനം കേൾക്കുന്നതാണ്. സുബോധത്തോടെ ഈ മനുഷ്യൻ, പിശാച് ഇറങ്ങിപ്പോകുമ്പോഴാണ് സുബോധത്തോടെ ഈശോയുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നത്. പൈശാചിക പീഡയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥമായി കർത്താവിൻ്റെ സന്നിധി ഇരിക്കാൻ പറ്റില്ല. അയാൾ അസ്വസ്ഥനാണ്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതാണ് പല കുടുംബ പ്രാർത്ഥനയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെന്ന് ഒരു ശകലം നേരം പ്രാർത്ഥിക്കാൻ. ഇവിടെ പ്രസംഗം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓടിപ്പിടച്ച് എത്തുക. വിശുദ്ധീകരണത്തിൻ്റെ സമാപന ആശീർവാദം ചൊല്ലുമ്പോഴേ നമ്മൾ കാറെ കയറി കഴിയും. ആശീർവാദം പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലെന്ന്, ദൈവത്തിന് വേണ്ടി ഒരു അല്പസമയം ഇരിക്കാൻ പറ്റില്ല. ഞാൻ നാട്ടിൽ വികാരിയായിരുന്നപ്പോൾ ഒരു ചേട്ടനെ ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം വളരെ ഹറിയാണ്, എപ്പോഴും ഭയങ്കര തിരക്കാണ്. പള്ളി വരുന്ന ഇതേപോലെയാണ്. കുർബാന പ്രസംഗം, പണ്ടൊരു ചേട്ടൻ പറഞ്ഞ പോലെ വികാരിച്ചിൻ്റെ പ്രസംഗം കാരണം പള്ളിക്കകത്ത് ഇരിക്കാനും മേല, മഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാനും മേല എന്ന് പറഞ്ഞ പോലെയാണ്. ഈ പ്രസംഗം തീരാറാകുമ്പോഴേ വരുള്ളൂ. ആശീർവാദത്തിന് കൈ പൊക്കുമ്പോൾ ചേട്ടൻ കുരിശും തൊട്ടി ചെന്നിരിക്കും. അപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരികയാണ്, വാർഡ് പ്രാർത്ഥനയ്ക്ക് വരികയാണ്. വരുന്നതന്നെ ലേറ്റാണ്, തീരുന്നതിന് ചായയൊന്നും വേണ്ട, പുള്ളിക്ക് കുടിക്കാൻ നേരമില്ല, പുള്ളി ഓട്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടാ എന്തുവാണ് ഇങ്ങനെ തിരക്ക്, ഇതെന്താണ് ഇച്ചിരി സ്വസ്ഥമായിട്ട് സമയം നിൽക്ക്, വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ പറയണം, അച്ഛൻ അറിയാൻ പാടില്ല അച്ഛാ, ഇന്നത്തെ കാലത്ത് തിരക്കിട്ട് ഓടിയാലേ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്ന് പറയും. ശരി, തിരക്കിട്ട് ഓടിയാലേ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ശരി, എനിക്ക് പെട്ടെന്നൊരു ആൻസർ കിട്ടില്ല. ചില സമയത്ത് നമുക്കിങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. എനിക്കങ്ങനെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തൊരു സമയമുണ്ട്. ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്താ, അപ്പോൾ ഈ
തിരക്കിട്ടോടിയാലേ നേടാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ ചുമ്മാ പള്ളിമുറി ചെന്ന് വെറുതെ ഇങ്ങനെ വചനം വായിച്ചിങ്ങനെ സങ്കീർത്തനങ്ങളെ വായിക്കുകയാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വചനം അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അന്ന് വരെ പതിയാത്തൊരു വചനം പതിയാണ്. അങ്ങയുടെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. എന്താണ് അനുഗമിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അനുഗമിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മുമ്പിൽ നിന്നാണോ പുറകിൽ നിന്നാണോ? മലയാളീസ് പറയൂ. പുറകിലാണ്. നന്മയും കരുണയും എൻ്റെ പുറകെ വരും. നിങ്ങളുടെ പുറകെ വരുന്ന ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ മലന്നിട്ട് വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പുറകെ വരുന്ന ഒരാളെ മീറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? നിങ്ങൾ നിൽക്കണം, വേണ്ടേ? നന്മയും കരുണയും, അവൻ്റെ നന്മയും കരുണയും എന്നെ അനുഗമിക്കുമെന്നാണ് പറഞ്ഞത്. അതെൻ്റെ പുറകെ വരുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം? സ്വസ്ഥമാവണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ശാന്തനാകുക, ഞാൻ ദൈവമാണെന്നറിയണം. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഈ ഒരു സ്വസ്ഥതയും ശാന്തതയില്ലേ, എപ്പോഴാണോ കർത്താവ് നമ്മളെ തൊടുന്നത് ആ സമയത്ത് കിട്ടുന്ന കൃപയാണ് അവൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായി ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത്. ആ കൃപയാണ് നിയമാവർത്തനം പറയുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധർ അവിടുത്തെ കരങ്ങളിലാണ്, അവർ അവിടുത്തെ പാദാന്തികത്തിരുന്ന് വചനം കേൾക്കും. പിശാച് ഇറങ്ങിപ്പോയപ്പോഴാണ് മറിയം മഗ്ദലനയ്ക്ക് ഈശോയുടെ പാദത്തെങ്കിൽ ഇരിക്കാൻ പറ്റിയത്. ഹല്ലേലൂയ. പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോഴാണ് ഒരു കുടുംബത്തിന് ദൈവത്തെ ആരാധിക്കാൻ സമയം കിട്ടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടുന്നത്, ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, വചനം വായിക്കാൻ പറ്റുന്നത്. ഈ സ്വസ്ഥതയാണ് പിശാച് ഇറങ്ങിപ്പോയപ്പോൾ ആ മനുഷ്യരിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അവൻ സുബോധത്തോടെ ഈശോയുടെ അടുത്തിരിക്കും. രണ്ടാമത് പിശാച് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവൻ ഈശോയോട് പറയാണ്, ഞാൻ കൂടെ വന്നോട്ടെ, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. അവൻ യേശുവിനെ അനുഗമിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. യേശുവിൻ്റെ കൂടെ നടക്കാനുള്ള ഒരു കൃപയാണ് പൈശാചിക പീഡയിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. എന്ന് വലതേരോർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ പൈശാചിക പീഡകളിൽ നിന്നൊരു വിടുതൽ കിട്ടണം. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ഗ്രേസ് കിട്ടണമെങ്കിൽ ഈ പീഡകളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണം. പ്രിയരെ, നമ്മളെ ദേശത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നത് ഈ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിലൂടെ, നിങ്ങളുടെ മക്കളിലൂടെ ഈ ദേശത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇടവക വൈദികരുടെ മധ്യസ്ഥൻ്റെ പേരറിയാമോ? അറിയാവുന്നവരെന്ന് കൈപോക. ഇടവക വൈദികർ എന്ന് പറഞ്ഞ്, ഇടവക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം? ഇടയുന്നവരുടെ വക, അല്ലേ? ഇടയൻ്റെ വകയാണ് ഇടവക. അപ്പോൾ ഇടവക അച്ഛന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ജീവിച്ചിരുന്ന 1850-കളിൽ ബർമിംഗ്ഹാമിലെ അന്നത്തെ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിലെ ആർസിൽ ഈ വിയാനി പുണ്യവാളനെ കാണാൻ ചെല്ലുകയാണ്. അന്ന് ഈ പുണ്യശ്ലോകനായ മഹാവിശുദ്ധൻ കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറിൽ 20-ലധികം മണിക്കൂറുകൾ ചെലവഴിക്കുന്ന വിശുദ്ധ ജോൺ മിയാരി ഈ ബർമിംഗ്ഹാമിൻ്റെ അന്നത്തെ ആർച്ച് ബിഷപ്പിനോട് പറയാണ്, മോൺസിഞ്ഞോർ, ഐ ബിലീവ് ദാറ്റ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിൽ റീഗെയിൻ ഇറ്റ്സ് ancient splendor. മോൺസിഞ്ഞോർ, ഐ ബിലീവ് ദാറ്റ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിൽ റീഗെയിൻ ഇറ്റ്സ് ancient splendor. ഇംഗ്ലണ്ട് അതിൻ്റെ നഷ്ടപ്രതാപം, അതിൻ്റെ വിശ്വാസത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പറഞ്ഞതാരാണ്? സഭയുടെ ചരിത്രം കണ്ട മഹാതപസ്വിയും വിശുദ്ധനുമായ വിശുദ്ധ ജോൺ മരിയ വിയാനി ബർമിംഗ്ഹാമിൻ്റെ അന്നത്തെ ആർച്ച് ബിഷപ്പിനോട് പറയുന്നെങ്കിൽ, പ്രിയരെ, ആ ദൂത് നിറവേണ്ടത് നിങ്ങളിലൂടെയും നിങ്ങളുടെ മക്കളിലൂടെയുമാണ്. വെറുതെ നിങ്ങളെ കർത്താവ് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതല്ല, ആ വിശുദ്ധൻ്റെ വാക്കിലൂടെ വന്ന പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് പ്രിയരെ. നിങ്ങളെ വിശ്വസിക്കുന്നവരെന്ന് വലതുകരോർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ആമേൻ. ഈ ഒരു പ്രവചന ദൂത് നിങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ, തലമുറയിൽ നിറവേറട്ടെ. ഇംഗ്ലണ്ട് അതിൻ്റെ സകല വിശ്വാസത്തിൻ്റെ നഷ്ടപ്രതാപവും കർത്താവ് ഈ പ്രിയരിലൂടെ, ഇവരുടെ തലമുറകളിലൂടെ വീണ്ടെടുക്കപ്പെടാൻ അങ്ങ് ഇടയാക്കുന്നതിനെ ഓർത്ത് സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിനെ അനുഗമിക്കാൻ, അവൻ്റെ പ്രേക്ഷിതരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവിശേഷ വേല ചെയ്യണം. ഒരു സുവിശേഷ വേല. പള്ളിയിൽ വരാത്ത 70,000 കുടുംബങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമോ? ഗ്രേറ്റ് ബ്രിട്ടനിൽ സീറോ മലബാർ കുടുംബങ്ങൾ.
അപ്പോൾ ഇന്ന് പിതാവ് ഇരിക്കുകയാണ് നമ്മുടെ കൂടെ. 70,000 കുടുംബങ്ങൾ. ഇതിലെത്ര ഞായറാഴ്ച കുർബാനയ്ക്ക് റെഗുലറായി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര വരുന്നുണ്ട്? അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയിട്ട് ശിഷ്യരോട് പറയുന്നു, ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായിരിക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇതിനൊരു 40,000 പോലും ശരാശരി ആരാധിക്കാൻ പള്ളിയിൽ കൃത്യമായി വരുന്നവരില്ല. ബാക്കിയൊക്കെ ആത്മനഷ്ടത്തിലാണ്. പണത്തിൻ്റെ പുറകെ, ജീവിത സൗകര്യത്തിൻ്റെ പുറകെ, സംഘടനകളുടെ പുറകെ, ഈ ആർഭാടത്തിൻ്റെ പുറകെ, ലോകത്തിൻ്റെ ആഡംബരങ്ങളുടെ പുറകെ നടക്കുമ്പോൾ അവരെ ഈ വിശ്വാസത്തിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കർത്താവ് ഈ കാലത്ത് ഉയർത്തിയ പ്രേക്ഷിതരാണ് നമ്മൾ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. ഒരൊറ്റ ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് ആ കടല് കടക്കാൻ മനസ്സായവനാണ് ഈശോ എങ്കിൽ അവൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ആത്മാക്കളെ നേടണം. നഷ്ടപ്പെട്ടതിനേക്കാൾ ഒരാളെ പരിശുദ്ധ കുർബാനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള പ്രേക്ഷിത നിയോഗം നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഒരാളെ, ഒരു കുടുംബത്തെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരാൻ, ഞായറാഴ്ച ആചരണത്തിന് ഒരു കുടുംബത്തെ കൊണ്ടുവരാൻ പ്രേരണ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ അവൻ്റെ പ്രേക്ഷിതരാണ്. കൂടെ പോകാനുള്ള അനുവാദം ചോദിക്കുക. ക്യാൻ ഐ ഫോളോ യു? മൂന്നാമത്തെ കാര്യമാണ്, പിശാച് വിട്ടുപോകുമ്പോൾ അവൻ ചെന്ന് യേശു അവന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയാൻ തുടങ്ങും. യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ഒരു വ്യക്തിക്ക് നന്ദിയോടെ പറയാൻ പറ്റണമെങ്കിൽ പൈശാചിക പീഡയിൽ നിന്ന് വിടുതൽ കിട്ടണം. അല്ലാത്തപ്പോഴൊക്കെ എന്താ പറയാൻ പോകുന്നറിയാമോ? ഇതെല്ലാം ഞാൻ നേടിയതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ പാടുകയല്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഈ ഒരു ബോധ്യം എപ്പോഴാണെന്നറിയാമോ? വെൻ യു ആർ ഡെലിവേർഡ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ പിടുത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ മാത്രമേ ഇതെല്ലാം ദാനമാണെന്ന് പറയാൻ പറ്റൂ. ഇന്ന് വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും ഞാൻ നേടിയതല്ല, ഇതെല്ലാം അവൻ്റെ കൃപയാണെന്ന് പറയാൻ പറ്റണമെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി എന്തു ചെയ്തുവെന്ന്, എന്നെ എങ്ങനെ അവൻ താങ്ങി നിർത്തിയെന്ന്, ഞാൻ വീണിടത്ത്, ഞാൻ പരാജയപ്പെട്ടെടുത്ത്, ലോകമെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെടുത്ത് എൻ്റെ കർത്താവ് എന്നെ എങ്ങനെ ഉയർത്തിയെന്ന് ആരോടെങ്കിലും പറയാതിരിക്കുന്നെങ്കിൽ എനിക്ക് കഷ്ടം. അതല്ലേ പൗലോസ് പറഞ്ഞേ, സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ പകല് ദൈവം നിങ്ങൾ അനോയിൻറ്റിങ് ചെയ്യാണ്. ആമേൻ. കർത്താവ് അനേകരെ അനോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രേക്ഷിതരാവാനുള്ള കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. വലത് കരങ്ങൾ, 2 കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഒരു പുതിയൊരു അനോയിൻറ്റിങ്. ആമേൻ. കർത്താവേ, നീ ചെയ്ത കാര്യങ്ങൾ പറയാൻ, നിനക്ക് സാക്ഷ്യം നൽകാനുള്ള ഒരു പുതിയ അനോയിൻറ്റിങ് അനേകരിലേക്ക് നീ തരുന്നതിനെ ഓർത്ത്, ഈശോ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നീ പോയി പറയാനുള്ള ആ ഒരു വലിയ കമ്മീഷനിങ് കിട്ടുന്നതിനെ ഓർത്ത്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു പുതിയ അനോയിൻറ്റിങ് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേക കുടുംബങ്ങളെ കർത്താവ് അവർ അനോയിൻറ്റിങ് തന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. അപ്പോൾ പൈശാചിക പീഡ വിട്ടുപോകുമ്പോഴുള്ള 3 കാര്യങ്ങളാണ്. 1, സ്വസ്ഥതയുണ്ടാവും. 2, കർത്താവിൻ്റെ പിറകെ പോകാനുള്ള തീരുമാനം ഉണ്ടാവും. 3, അവൻ എന്ത് ചെയ്തെന്ന് പറയാൻ തുടങ്ങും. പിന്നെ ഞാൻ ചെയ്ത കാര്യമല്ല, ഞാൻ നേടിയതല്ല, എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഈ ഒരു ചിന്ത എപ്പോഴാണ് വരുന്നത്? വെൻ യു ആർ ഫ്രീ ഫ്രം ദ സൈറ്റനിക്കൽ ഇൻഫ്ലുവൻസസ്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മളൊരു നല്ല ഡെലിവറി ശുശ്രൂഷ പിതാവിനോട് ചേർന്ന് നമ്മളിപ്പോൾ നടത്തും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ 16-20 വചനത്തിൻ്റെ അനോയിൻറ്റിങ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ മക്കളിൽ, തലമുറകളിലേക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുകൾ അടച്ച് കരങ്ങളെ തുറന്നു പിടിച്ചിരിക്കുക. റോമാലേഖനത്തിൻ്റെ 16-20 വചനത്തിൻ്റെ വലിയൊരു അനോയിൻറ്റിങ് സംഭവിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ ഉടൻ തന്നെ നിങ്ങളുടെ പാദങ്ങൾക്ക് കീഴിലാക്കി തകർത്ത് കളയും. ആമേൻ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.
റോമാലേഖനത്തിൻ്റെ 16-20 അനോയിൻറ്റിങ് അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ, അവൻ്റെ ആഡംബരങ്ങളെ, അവൻ്റെ സ്വാധീനങ്ങളെ നിങ്ങളുടെ പാദങ്ങൾക്ക് കീഴിലാക്കി തകർത്ത് കളയുന്ന ഒരു വലിയ അനോയിൻറ്റിങ്ങിന് വേണ്ടി കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ നമ്മൾ വചനം കേട്ട പൈശാചിക പീഡ, ദ അഫ്ലിക്ഷൻസ്, ഏതെങ്കിലും തരത്തിൽ ടൂംബ് എക്സ്പീരിയൻസ്, ഷൗട്ടിങ് ആൻഡ് ക്രൈയിങ്, സെൽഫ് ഹാമിങ്, അൺകൺട്രോളബിൾ, ഡിസയർ ഫോർ ന്യൂഡിറ്റി, ബർഡൻ ഫോർ അതേഴ്സ്, ഫേക്ക് വർഷിപ്പ്, കർത്താവ് ഏതെങ്കിലും രൂപത്തിൽ ഈ പൈശാചിക പീഡയാൽ ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ പ്രിയപ്പെട്ടവരോ എൻ്റെ സഹപ്രവർത്തകരോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആഗതനായ നസറായനായ യേശുവേ എനിക്ക് വിടുതൽ തരണമേ. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഞങ്ങളെ നീ അഴിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളെ, സ്വാധീനങ്ങളെ, നാരകീയ ശക്തികളെ, അവൻ്റെ ആഡംബരങ്ങളെ നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തള്ളിപ്പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പ്രവർത്തന മേഖലത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് സകല പൈശാചിക സ്വാധീനങ്ങളും വിട്ടുമാറി പോകുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ 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 സ്വരമുയർത്തി ശക്തിയോടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ 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 മഴക്കാല സ്വഭാവങ്ങൾ എടുത്തു മാറ്റണമേ. യേശുവേ കലഹങ്ങൾ എടുത്തു മാറ്റണമേ. യേശുവേ പൈശാചിക പീഡകൾ എടുത്തു മാറ്റണമേ. യേശുവേ സാത്താനെ പുറന്തള്ളണമേ. യേശുവേ അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ